അനുഗ്രഹീതമായ രാത്രി നമുക്കൊരുമിച്ച് എടുത്തിരിക്കുന്ന തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. വിശുദ്ധ വേദപുസ്തകത്തിലെ 66 പുസ്തകങ്ങളിൽ 58ാമത്തെ പുസ്തകമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. ഏകദേശം 13 അധ്യായങ്ങളിൽ 303 വാക്യങ്ങൾ ആലേഖനം ചെയ്തിരിക്കുന്ന ഈ ലേഖനത്തെ നമ്മൾ സവിസ്തരം പഠിച്ചാൽ പുതിയ നിയമസഭയ്ക്ക് ദൈവം കൈമാറിയ 21 ലേഖനങ്ങളിൽ സിംഹഭാഗ ലേഖനങ്ങളും പൗലോസ് എന്ന ശക്തനായ ദൈവത്തിൻ്റെ പോരാളിയായ ക്രിസ്തുവിൻ്റെ ഭടനായ ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയുടെ ഈടുറ്റ ലേഖനങ്ങൾ, ദൈവസഭയ്ക്ക് നൽകിയ ഉപദേശങ്ങളുടെ ഒക്കെ രചയിതാവായി ദൈവം ഉപയോഗിച്ച ശക്തനായ ദൈവദാസനായ പൗലോസാണ് എഴുതി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ ലേഖനങ്ങളെ തന്നെ നമുക്ക് വിവിധ ലേഖനങ്ങളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഇടയലേഖനങ്ങളായി നമുക്ക് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ പൊതുലേഖനങ്ങളായി, സഭയ്ക്ക് വേണ്ടി എഴുതിയ ലേഖനങ്ങളായി, വ്യക്തിപരമായി എഴുതിയ ലേഖനങ്ങളായൊക്കെ ലേഖനങ്ങളെ നമുക്ക് പഠിക്കാൻ കഴിയും. എന്നാൽ ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം അത് പൊതുലേഖനമാണ്. പൊതുലേഖനമെന്ന് മാത്രമല്ല, പാലസ്തീനിൽ ചിതറിക്കിടക്കുന്ന എബ്രായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വ്യക്തിപരമായി പൗലോസ് എഴുതുന്ന ഒരു ലേഖനമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. ഒന്നുകൂടി എടുത്ത് പറഞ്ഞാൽ, പൗലോസ് ഈ പാലസ്തീനിലെ ഈ എബ്രായ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോയിട്ടില്ല. അവിടുത്തെ സഭയിൽ താൻ ഇതുവരെയും പോയിട്ടില്ല. ആ സഭയിൽ പോകാനായി താൻ ഒരുപാട് ആഗ്രഹിച്ചു. എന്നാൽ ആ സഭയിലേക്ക് എത്തുന്നതിന് മുമ്പ് താൻ തന്നെക്കുറിച്ച് ഒരു വിവരണം കൊടുക്കുന്ന ഒരു ലേഖനമാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം. പൗലോസ് ആരാണെന്നുള്ള തന്നെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ആ സഭയ്ക്ക് കൊടുക്കാൻ വേണ്ടി എഴുതിയ ലേഖനമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. താൻ തന്നെക്കുറിച്ച് പാലസ്തീനിലെ എബ്രായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസിനെ പരിചയപ്പെടുത്തുകയാണ്. പൗലോസിനെ പരിചയപ്പെടുത്തുമ്പോൾ ആ ലേഖനം വായിക്കുന്ന യഹൂദ ക്രിസ്ത്യാനികൾക്ക്, എബ്രായ ക്രിസ്ത്യാനികൾക്ക് പൗലോസിനെ അല്ല മനസ്സിലാക്കാൻ കഴിയുന്നത്. മറിച്ച് പൗലോസ് പരിചയപ്പെടുത്തുമ്പോൾ വായിക്കുന്നത് മനസ്സിലാക്കുന്ന ഒരു പഠിതാവിന് തികച്ചും ആ സഭയിൽ വായിക്കുമ്പോൾ, ഏതൊരു വ്യക്തി ലേഖനം വായിക്കുമ്പോഴും വായിക്കുന്ന വ്യക്തികൾക്ക് പൗലോസിനെയല്ല ലഭിക്കുന്നത്, മറിച്ച് യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയും യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണതയുമാണ് ലഭിക്കുന്നത്. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ? പ്രൈസ് ദി ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയും യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണതയും ആ വ്യക്തികൾ വായിച്ചു മനസ്സിലാക്കുകയാണ്. ഞാൻ എന്നെക്കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് എൻ്റെ ഭവനത്തെക്കുറിച്ച്, എൻ്റെ അപ്പനെക്കുറിച്ച്, എൻ്റെ അമ്മയെക്കുറിച്ച്, എൻ്റെ ഭാര്യയെക്കുറിച്ച്, എൻ്റെ മക്കളെക്കുറിച്ച്, എൻ്റെ ജോലിയെക്കുറിച്ച്, ഇന്നുകളിൽ എൻ്റെ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കാം. അതിനപ്പുറം എന്ത് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പൗലോസിനെ കുറിച്ച് എഴുതുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നത് യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണതയാണ്, യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയാണ്. ഈ 2 കാര്യങ്ങളാണ് പൗലോസ് ഈ എബ്രായ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഈ ലേഖനം എഴുതുമ്പോൾ മനസ്സിലാകുന്നത്. അതിലൊന്ന് യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണതയാണ്. എന്താണ് യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണത? യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണത പറയുമ്പോൾ യേശുക്രിസ്തു സമ്പൂർണനായ ഒരു ദൈവമാണ്, സമ്പൂർണനായ ഒരു മനുഷ്യനുമായി, സമ്പൂർണമായ ഒരു ജീവിതമായിരുന്നു യേശുക്രിസ്തുവിനുള്ളത്. യേശുക്രിസ്തുവിൻ്റെ ചില സമ്പൂർണതകളെക്കുറിച്ച് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, ഒന്ന് എടുത്തു പറഞ്ഞാൽ എന്താണ് യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണ്ണ? ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ സമ്പൂർണത എന്ന് പറയുന്നത്, യേശുക്രിസ്തു ഈ ലോകത്തിൽ 2025 വർഷങ്ങൾക്ക് മുമ്പ് താൻ ജഡത്തിൽ അവതരിക്കുന്നതിന് മുമ്പ്, കന്യകയിൽ ജാതനാകുന്നതിന് മുമ്പ് യേശു എന്തായിരുന്നു എന്നുള്ളതാണ് യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ സമ്പൂർണത. ആ ഒന്നാമത്തെ സമ്പൂർണ്ണത എന്ന് പറയുന്നത് യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേ അവൻ ദൈവമായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ സമ്പൂർണത. ഈ രാത്രിയിൽ യേശുക്രിസ്തുവിനെ ഇത്രയും ശക്തമായി പ്രതികൂല സാഹചര്യങ്ങളിലും ഇവിടെ വന്ന് നമ്മൾ ആരാധിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, ഈ തിരുവെഴുത്തുകളെ കേൾക്കുന്നത്, ഈ യോഗം നമ്മൾ ക്രമീകരിച്ചതിൻ്റെ ഒക്കെ പുറകിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തു ഒരു ദൈവമായത് കൊണ്ടാണ് നമ്മൾ അവനെ ആരാധിക്കുകയും
പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പേ അവൻ ദൈവമായിരുന്നു. എന്താണ് തെളിവ്? ദൈവത്തിന് സ്തോത്രം. സദൃശവാക്യം 8-ാം അധ്യായം അതിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പഠിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുൻപേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആഴങ്ങളില്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു. വെള്ളം നിറഞ്ഞ ഉറവകളില്ലാതിരുന്നപ്പോൾ തന്നെ പർവ്വതങ്ങളെ സ്ഥാപിച്ചതിന് മുമ്പേയും കുന്നുകൾക്ക് മുൻപേയും ഞാൻ ജനിച്ചിരിക്കുന്നു. അവൻ ഭൂമിയെയും വയലുകളെയും ഭൂതലത്തിൻ്റെ പൊടിയെയും തൃക്കൈ ഉണ്ടാക്കിയ സകലത്തിന് മുൻപേ തന്നെ അവൻ ആകാശത്തെ ഉറപ്പിച്ചപ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ ആഴത്തിൻ്റെ ഉപരിഭാഗത്ത് വൃത്തം വരച്ചപ്പോഴും അവൻ മീതെ മേഘങ്ങളെ ഉറപ്പിച്ചപ്പോഴും ആഴത്തിൻ്റെ ഉറവുകൾ തടിച്ചപ്പോഴും വെള്ളം അവൻ്റെ കൽപ്പനയെ അതിക്രമിക്കാതെ വണ്ണം അവൻ സമുദ്രത്തിൻ്റെ അതിർ വെച്ചപ്പോഴും ഭൂമിയുടെ അടിസ്ഥാനമിട്ടപ്പോഴും. അതിൻ്റെ 30-ാമത്തെ വാക്യം, ഞാൻ അവൻ്റെ അടുക്കൽ ശില്പിയായിരുന്നു എന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിക്കുന്നതിന് മുമ്പ് മാനവകുലത്തിൻ്റെ പാപത്തിന് പരിഹാരമായി കന്യകയിൽ ജാതനാകുന്നതിന് മുമ്പ് യേശു എന്തായിരുന്നു ചോദിച്ചാൽ അവൻ ദൈവമായിരുന്നു. സകലത്തെയും സൃഷ്ടിച്ച ഒരു നല്ല ശില്പിയായിരുന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ആരെന്ന് ചോദിച്ചാൽ അണ്ഡചരാചരങ്ങളെ സൃഷ്ടിച്ചപ്പോൾ അതിൻ്റെ ശില്പിയായിരുന്ന ഒരു സർവശക്തനായ ദൈവം. ഇന്ന് രാത്രി ഇതിനകത്തിരുന്ന് ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ആ കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുമോ? കേവലം ഒരു പൊട്ട ദൈവത്തെ അല്ല ഇന്ന് രാത്രിയിൽ നമ്മൾ ആരാധിക്കുന്നത്. ചെവി ഉണ്ടായിരുന്നിട്ടും കേൾക്കാത്ത, കണ്ണുണ്ടായിരുന്നിട്ട് കാണാൻ കഴിയാത്ത, വായുണ്ടായിരുന്നിട്ട് സംസാരിക്കാൻ കഴിയാത്ത, കാലുകളും കൈകളും ഉണ്ടായിരുന്നിട്ടും അവയെ പ്രവർത്തിപ്പാൻ കഴിയാത്ത ഒരു ദൈവത്തിൻ്റെ മുൻപിലല്ല ഇന്ന് രാത്രി നാം ആരാധിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, യേശുവിൻ്റെ ഒന്നാമത്തെ സമ്പൂർണ്ണത അവൻ ജനിക്കുന്നതിന് മുമ്പേ അവൻ ദൈവമായിരുന്നു, അവൻ ശില്പിയായിരുന്നു. ഹല്ലേലൂയ. ഇതാണ് യേശുക്രിസ്തുവിൻ്റെ ഒന്നാമത്തെ സമ്പൂർണ്ണത. ഇനി രണ്ടാമത്തെ സമ്പൂർണ്ണത എന്താണ്? യേശുക്രിസ്തുവിൻ്റെ ജനനമാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനം, യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ പോലെ ഒരു ജനം ഉലകത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. അവനെക്കുറിച്ച്, അവൻ്റെ ജനനത്തെക്കുറിച്ച് പലവിധമായ കഥകളുണ്ടെങ്കിലും വിശുദ്ധ വേദപുസ്തകം ചരിത്രമായി നമ്മെ തെളിയിപ്പിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സമ്പൂർണ്ണത. യേശുക്രിസ്തുവിൻ്റെ ജനനം കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ നിത്യമാകുന്ന ദൈവത്തിൻ്റെ വചനമാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, പരിശുദ്ധാത്മാവിനാൽ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുമെന്ന്. യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവാം ദൈവത്താൽ ഉളവാക്കപ്പെട്ട ഒരു ജനനമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ജനനം. അതുകൊണ്ടാണ് ഉലകത്തിൽ പെന്തക്കോസുകാരത് ആഘോഷിക്കുന്നില്ലെങ്കിലും ക്രൈസ്തവരുടെ ഇടയിൽ ശക്തമായി യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ ഇത്രത്തോളം ആഘോഷിക്കുന്ന ഒരു ജനനയാഘോഷമുണ്ടെങ്കിൽ അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനയാഘോഷമാണ്. ക്രിസ്മസ് എന്ന് പറയുന്ന ആ ദിവസത്തിൽ ഡിസംബർ 25-ാം തീയതി അതൊരു ഡേറ്റ് ഒന്നും അല്ലെങ്കിൽ പോലും ഉലകത്തിൽ ഇത്രത്തോളം ഹല്ലേലൂയ യേശുവിനെ ആരാധിക്കുന്നവരും ആരാധിക്കാത്തവരും, കള്ളു കുടിക്കുന്നവനും കള്ളു കുടിക്കാത്തവനും, മദ്യപിക്കുന്നവനും മദ്യപിക്കാത്തവനും, ഏത് ജാതിയിൽപ്പെട്ടവനും ഈ ജനനത്തെ ഇത്രത്തോളം ആഘോഷിക്കാൻ കാരണം ഇതുപോലൊരു ജനനം ഉലകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി അങ്ങനെ ഉണ്ടാകത്തുമില്ല. ഹല്ലേലൂയ. ഇച്ചിരി ആഘോഷത്തിൽ ഭക്ഷണം കഴിക്കാനാണെങ്കിലും കള്ളു കുടിക്കാനാണെങ്കിലും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനാണെങ്കിലും വീട്ടിൻ്റെ മുൻപിൽ ഒരു നക്ഷത്രം കെട്ടിത്തൂക്കി, വീട്ടിൻ്റെ മുൻപിൽ ഒരു പുൽക്കൂട് കെട്ടി അത് ആഘോഷിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇതുപോലൊരു ജനനം ഉലകത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകത്തുമില്ല. അതാണ് യേശുക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെ സമ്പൂർണ്ണത. ഇനി യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണത എന്താണ്? യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണത, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണത എന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ആ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത ഇവിടുത്തെ നിരീശ്വരവാദികളൊക്കെ പറയുന്നുണ്ട്. യേശു തൻ്റെ ജീവിതകാലത്തിൽ 30 വയസ്സ് വരെ യേശു കാശ്മീരിൽ വന്ന് ഭാര്യയും മക്കളുമായിട്ടൊക്കെ അവൻ ജീവിച്ചെന്നൊക്കെയാണ് പറയുന്നത്. പുള്ളി വേദപുസ്തകം ശക്തമായി വായിക്കാത്തത് കൊണ്ടും വേദപുസ്തകത്തിൻ്റെ തെളിവുകളിൽ ഇല്ലാത്തത് കൊണ്ടും ഞങ്ങളത് അംഗീകരിക്കുന്നില്ല. പക്ഷേ ഹല്ലേലൂയ, ഈ യേശുക്രിസ്തുവിൻ്റെ 30
30 വയസ്സ് വരെയുള്ള കാലഘട്ടങ്ങളെ വ്യക്തമായി ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു. അവൻ തൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നതുവരെ തൻ്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു എന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. 30 വയസ്സ് വരെ യേശു എവിടായിരുന്നു? യേശു കാശ്മീരിലായിരുന്നു. യേശു മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു എന്ന ബൈബിൾ പഠിപ്പിക്കുന്നത്. 30ാമത്തെ വയസ്സിലാണ് യേശു തൻ്റെ പ്രവൃത്തി ആരംഭിക്കുവാൻ എഴുന്നേറ്റത്. ശ്രദ്ധിക്കുക മക്കളെ, ആ ജീവിത കാലയളവിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് അവൻ പാപികളോട് വേർപെട്ടവനായിരുന്നു. പാപം അവനില്ലായിരുന്നു. ഹല്ലേലൂയ. അവനിൽ യാതൊരുവിധ നീതികേടും കണ്ടിരുന്നില്ല. പീലാത്തോസ് എന്ന് പറയുന്ന ആ ഭരണാധികാരി അന്ന് യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. എന്തെന്നറിയാ പറഞ്ഞത്? ഒരു താലത്തിൽ വെള്ളമെടുത്ത് 2 കൈകൾ കൂട്ടി കഴുകിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. ഇവൻ യാതൊരു പാപവും അനീതിയും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം വിശുദ്ധമായിരുന്നു, നീതിയുള്ളതായിരുന്നു. ആർക്കും കുറ്റം പറയാൻ കഴിയാത്ത ഒരു ജീവിതമായിരുന്നു യേശുവിൻ്റെ ജീവിതം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഇന്ന് രാത്രി ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണത, ആർക്കും കുറ്റം പറയാൻ കഴിയാത്ത ജീവിതം. ഹല്ലേലൂയ. ഇവിടെ എത്രയോ മത നേതാക്കന്മാരുണ്ട്, എത്രയോ മതസ്ഥാപകന്മാരുണ്ട്. അവരുടെയൊക്കെ ജീവിത ചരിത്രങ്ങൾ എടുത്തു പഠിച്ചു നോക്കിയേ അവ എന്തെല്ലാം പാപപങ്കുലമായ ജീവിതത്തിലേക്ക് പോയിട്ടാണ് അവർ ആ മേഖലയിൽ നിൽക്കുന്നത്. അവരെ കുറിച്ചെല്ലാം എന്തെല്ലാം കഥകളാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. എന്നാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ഒരു പെണ്ണ് കേസില്ല. ഹല്ലേലൂയ. യേശുക്രിസ്തുവിനെ കുറിച്ച് അങ്ങനെ ഒരു സംഭവമില്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് യാതൊരുവിധ കളങ്കവും പറയാനില്ല. എന്ന് പറഞ്ഞാൽ പാപമൊഴികെ ബാക്കി സകലത്തിലും യേശു ഹല്ലേലൂയ മനുഷ്യനെ പോലെയായിരുന്നു. ഹല്ലേലൂയ. പാപമൊഴികെ പാപം അവനിലില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണത ആർക്കും കുറ്റം പറയാൻ കഴിയാത്ത, ആർക്കും ഹല്ലേലൂയ അതിനെ താഴ്ത്തിവെക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. ഇവിടുത്തെ എത്രയോ മത നേതാക്കന്മാർ, എത്രയോ ശ്രേഷ്ഠന്മാർ യേശുക്രിസ്തുവിൻ്റെ തിരുവചസ്സുകളെ ഏതെല്ലാം വേദികളിൽ വിളിച്ചു പറയുന്നു. എത്ര പേർ അതിനെ അനുകരിക്കുന്നു. എന്തിനു പറയുന്നു? ഈ ചില സമയങ്ങളിൽ തന്നെ നിയമസഭയ്ക്കകത്ത് പോലും നമ്മുടെ മന്ത്രിമാരും MLA-മാരൊക്കെ യേശുക്രിസ്തുവിൻ്റെ തിരുവെഴുത്തുകളെയൊക്കെ എടുത്തുദ്ധരിച്ച എത്രയോ സംഭവങ്ങൾ നമ്മൾ മീഡിയാസിൽ കൂടെ വായിച്ചിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ പുറകിലിൻ്റെ അർത്ഥം എന്താ? അവൻ്റെ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണതയാണ്. അവൻ്റെ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണതയെ പൊളിച്ചു കളയാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അവൻ്റെ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണത ഇന്നും തുടരുന്നത് കൊണ്ടാണ് ഇത്രയും വരുന്ന ഭക്തശിരോമണികൾ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഭക്തശിരോമണികൾ ഇന്നും അവൻ്റെ ജീവിതത്തെ അനുകരിക്കുന്നത്. അവൻ്റെ ശ്വാസത്തെ, അവൻ്റെ വചനത്തെ, അവൻ്റെ കൽപ്പനകളെ ഇത്രത്തോളം ഗാംഭീര്യമായി അവനെ അനുകരിക്കുന്നതിൻ്റെ കാര്യമെന്നറിയാമോ? അവൻ്റെ ജീവിതം അത്ര വിശുദ്ധമായിരുന്നു. അവൻ്റെ ജീവിതത്തിൻ്റെ സമ്പൂർണ്ണത അത്ര വലുതായിരുന്നു. ഇനി യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ സമ്പൂർണ്ണത എന്താണ്? യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ സമ്പൂർണ്ണത, യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ സമ്പൂർണ്ണത എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അടുക്കൽ വന്ന ആരും ഇതുവരെ സൗഖ്യമാകാതെ പോയിട്ടില്ല. യേശുവിൻ്റെ അടുക്കൽ ആരൊക്കെ വന്നിട്ടുണ്ടോ, യേശുവിൻ്റെ അടുക്കൽ ആരൊക്കെ വന്നിട്ടുണ്ടോ അവരാരും ഇതുവരെ നിരാശയോടെ പോയിട്ടില്ല. കുരുടനെ അവൻ സൗഖ്യമാക്കി, ചെകിടനെ സൗഖ്യമാക്കി, മുടന്തനെ എഴുന്നേൽപ്പിച്ചു തുള്ളി നടക്കുമാറാക്കി, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കി, ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ദീനാരോധികൾ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവരാരും നിരാശയോടെ കടന്നുപോയില്ല. ഇന്നുകളിലും അവൻ്റെ അടുക്കൽ വന്നവരെ ആരും നിരാശയോടെ കടത്തിവിടുന്നില്ല. അവൻ്റെ ശക്തി ഇന്നും വ്യാപരിക്കും. ഹല്ലേലൂയ. ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോഷത്വമെങ്കിലും രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവശക്തിയായി വെളിപ്പെടുന്നു. ഇന്ന് രാത്രി ഈ ശബ്ദ ശ്രവണ സീമയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് ആരെങ്കിലും രോഗികളായി വീട്ടിനകത്ത് കിടക്കുന്നുവെങ്കിൽ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ട് ആ സൗഖ്യം എൻ്റെ മേൽ ഇറങ്ങി വരണമേ എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി വിശ്വസിച്ചാൽ ആ സൗഖ്യം, അവൻ്റെ സൗഖ്യത്തിൻ്റെ കരം ഇന്ന് രാത്രി നിന്റെ വീട്ടിനകത്ത്, നിന്റെ കിടക്കമേൽ ആ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടുത്തുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. ഈ രാത്രി അവൻ്റെ സൗഖ്യം ഇതുവരെ നിന്നു പോയിട്ടില്ല. അവൻ്റെ അത്ഭുതങ്ങൾ ഇന്നും നിന്നു പോയിട്ടില്ല. അവൻ്റെ പ്രവൃത്തികൾ ഇന്നും നിന്നു പോയിട്ടില്ല. അവൻ്റെ ശുശ്രൂഷ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു ഈ യോഗം കഴിയുന്നതിന് മുമ്പ് കർത്താവ് ചിലരെ സൗഖ്യമാക്കാൻ പോകുകയാണ്. കർത്താവ് ചിലരെ തൊടാൻ പോകുകയാണ്. അവൻ ഡോക്ടർമാർ വിധി എഴുതി കൈ കഴുകി കളഞ്ഞ ചില കേസുകളെ ഇന്ന് രാത്രി സ്വർഗം തൊടാൻ പോകുകയാണ്. അടുത്ത നിമിഷങ്ങളിൽ നിനക്ക് എന്ത് സംഭവിക്കും നിനക്കറിയത്തില്ല. നിന്റെ കുടുംബത്തിന്
കുടുംബത്തിന് എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല, നിന്റെ തലമുറകൾക്ക് എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. എന്നാൽ ഇന്ന് രാത്രി യേശുവിനറിയാം നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമെന്ന്. അവൻ ഇന്ന് രാത്രി നിന്നെ സൗഖ്യമാക്കുവാൻ അവൻ മതിയായവനാണ്. ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിഞ്ഞാൽ ഏത് മതത്തിലോ ഏത് ജാതിയിലോ ഏത് വിഭാഗത്തിലോ ഉള്ള ആൾക്കാരായിക്കൊള്ളട്ടെ, വിശ്വസിക്കാൻ കഴിഞ്ഞാൽ സൗജന്യമായി ഇന്ന് രാത്രി യേശു നിന്നെ സൗഖ്യമാക്കുന്നു. പണം നീ കൊടുക്കണ്ട, കർമ്മങ്ങൾ നീ ചെയ്യണ്ട, നീ ഒരിടത്തും ഓടി നടക്കണ്ട. വിശ്വസിച്ചാൽ അവന്റെ ആണിപ്പാടുള്ള കരം ഇന്ന് രാത്രി നിന്റെ ക്യാൻസറിനെ തൊട്ട് സൗഖ്യമാക്കുവാൻ, നിന്റെ ട്യൂമറുകളെ തൊട്ട് സൗഖ്യമാക്കുവാൻ, നിന്റെ ആന്തരിക അവയവങ്ങളെ തൊട്ട് സൗഖ്യമാക്കുവാൻ, നിന്റെ പൈശാചിക ബന്ധനങ്ങളെ ഇന്ന് രാത്രി പൊട്ടിക്കുവാൻ എന്റെ യേശുവിന് കഴിയും. അത് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ സമ്പൂർണ്ണതയാണ്. അത് പെന്തക്കോസ്തുകാർക്ക് മാത്രം കുത്തകയെ കൊടുത്തു എന്നല്ല. ആരൊക്കെ വിശ്വസിക്കുന്നുവോ അവർക്ക് ദൈവം സൗജന്യമായി ഈ സൗഖ്യത്തെ സ്വർഗത്തിലെ കർത്താവ് പ്രദാനം ചെയ്യുന്നു. ഞാൻ വേഗത്തിൽ വരട്ടെ. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ സമ്പൂർണ്ണത. ഒടുവിൽ എന്താ സംഭവിച്ചത്? യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ സമ്പൂർണ്ണത. എന്താണ് യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ സമ്പൂർണ്ണത? യേശുവിനെ പോലെ മരിച്ച്, യേശുവിനെ പോലെ മരിച്ചുയർത്തെഴുന്നേറ്റ ഏതെങ്കിലും ഒരു മനുഷ്യൻ, ഏതെങ്കിലും ഒരു നായകന്മാർ ഈ ഉലകത്തിലുണ്ടോ ദൈവമക്കളെ? ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ദേശത്തിൽ ആ യേശുവിനെ ഉയർത്തുന്നതിൽ എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട്. ഞങ്ങൾ ഇവിടെ മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്ക് എവിടെല്ലാം അവസരം കിട്ടോ അവിടെല്ലാം ഈ നായകനെ ഞങ്ങൾ ഉയർത്തു. ഞങ്ങളുടെ കൈയും കാലും വെട്ടിയാലും, ഞങ്ങളുടെ തല അരിഞ്ഞു വീണാലും, ഞങ്ങളുടെ ശരീരത്തെ മുഴുവനും കൊത്തി നുറുക്കിയാലും ഈ നായകനെ ഞങ്ങൾ പ്രസംഗിക്കും. കാരണം എന്തെന്നറിയാമോ? അവന്റെ ഉയർപ്പിന്റെ പ്രത്യേകതയാണ് ഞങ്ങളെ മയക്കം പിടിച്ച് തെരുവോരങ്ങളിൽ, കൺവെൻഷൻ വേദികളിൽ, പല പട്ടണങ്ങളിൽ ഞങ്ങളെ നിർത്തുന്നത്. അവൻ ഞങ്ങൾക്ക് വേണ്ടി മരിക്കാതിരുന്നുവെങ്കിൽ ഇങ്ങനെ ഞങ്ങൾ ഈ ഭൂമിയുടെ പരപ്പിൽ ഉണ്ടാകിയില്ല. എന്താണ് യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ സമ്പൂർണ്ണത? യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ സമ്പൂർണ്ണത, അവൻ മാനവകുലത്തിനു വേണ്ടി ഇഹലോകത്തിലേക്ക് ദൈവമെന്നുള്ള സമുദ്രം മുറുകെ പിടിക്കാതെ ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നവനാണ് കർത്താവായ യേശുക്രിസ്തു. ഒരുവന്റെ പാപപരിഹാരത്തിനു വേണ്ടിയല്ല, സകല മാനവകുലത്തിന്റെയും പാപത്തിന് പരിഹാരമായി. നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കെല്ലാവർക്കും റേഷൻ കാർഡുണ്ട്. റേഷൻ കാർഡും കൊണ്ട് റേഷൻ കടയിൽ പോയാൽ ആ വീട്ടിലുള്ള എല്ലാവർക്കും റേഷൻ കിട്ടും. അടുത്തുള്ള വീട്ടിലുള്ളവർക്ക് കിട്ടണമെന്നില്ല. കാരണം അടുത്തുള്ള വീട്ടിൽ കിട്ടണമെങ്കിൽ അടുത്തുള്ളവൻ്റെ റേഷൻ കാർഡ് കൂടെ കൊണ്ടുപോകണം. പക്ഷെ ഇന്ന് രാത്രി യേശു തൻ്റെ മരണം, തൻ്റെ ക്രൂശ് മരണം താൻ സ്വായത്തമാക്കിയത് ഒരു കുടുംബത്തിനോ ഒരാൾക്കോ വേണ്ടിയല്ല. ആകാശത്തിൻ്റെ കീഴിൽ ഉലകത്തിൽ ഏതൊക്കെ വ്യക്തികളുണ്ടോ സകല മനുഷ്യർക്കും വേണ്ടി യേശു കാൽവറിയിൽ യാഗമായി എന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ വിളിച്ചു പറഞ്ഞത്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, പാപത്തെ ചുമന്നവൻ. പൗലോസ് അതിനെടുത്തു പറയുന്നത്, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് കാൽവറിയിൽ കയറി ക്രൂശിൽ വെച്ച് മനുഷ്യന്റെ പാപത്താൽ ദൈവമായിട്ടുള്ള ശത്രുത്വം നീക്കിയിട്ട് വിശ്വസിക്കുന്നവർക്ക് അവൻ പുത്രത്വത്തെ കൈമാറി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ക്രൂശ് മരണം എന്തിനാണ്? ക്രൂശ് മരണം എന്തിനാണ്? ഞാൻ ഇടയ്ക്കൊരു സ്ഥലത്ത് യേശുവിൻ്റെ ക്രൂശും നരകവും കൂടെ ചേർത്ത് പ്രസംഗിച്ചിറങ്ങിയപ്പോൾ ഒരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ഭയാനകമായി പേടിപ്പെടുത്തി പ്രസംഗിക്കുന്നത്? ഞാൻ പറഞ്ഞു, സഹോദര, ഞങ്ങൾ പേടിപ്പെടുത്തുന്നതല്ല, നിന്റെ ജീവിതത്തിനപ്പുറം നീ ചെലവഴിക്കേണ്ട നരകമെന്ന ആ സത്യമാകുന്ന അനുഭവത്തിലേക്ക് നീ എത്തപ്പെടുന്നതിന് മുമ്പ് നീ അവിടെ എത്തപ്പെടാതിരിക്കാൻ ഞങ്ങൾ പ്രസംഗിക്കുന്നതാണ്. ആ ഭയാനകമായ നിത്യമായ നരകത്തിൽ താങ്കൾ
അകപ്പെട്ടു പോകാം. ഞാൻ എന്തിനകപ്പെടണം? ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. വേദപുസ്തകം പഠിപ്പിക്കുന്നു, മനുഷ്യന്റെ ഉള്ളിലെ പാപമാണ് അവനെ നരകത്തിലേക്ക് കൊണ്ടു ചെല്ലുന്നത്. അപ്പോൾ ഞാൻ പാപം ചെയ്തില്ലല്ലോ. പിന്നെ അവൻ ആവർത്തിച്ച് പറയുകയാണ്, ദൈവവചനം പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പാപം എങ്ങനെ കടക്കുന്നത്? അവന്റെ ജനനം മുതലേ പാപമുണ്ട്. ആ പാപം എങ്ങനെ കടക്കുന്നത്? വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു, ആദാമ്യ പാപം സകല മാനവകുലത്തിലും ഉണ്ടെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. താങ്കൾ പാപം ചെയ്തിട്ടല്ല താങ്കൾ പാപിയായിരിക്കുന്നത്, താങ്കൾ പാപിയായതുകൊണ്ടാണ് പാപം ചെയ്ത് മറന്നു പോകരുത്. അതുകൊണ്ട് ഇന്ന് രാത്രി എവിടെയും പ്രസംഗിക്കാൻ, ഈ യേശു ക്രിസ്തുവിന്റെ ആ ക്രൂശ് മരണത്തെ പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് സന്തോഷമാണ്. കാരണം ഒരു പാപിയെങ്കിലും യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് രക്ഷകനായി സ്വീകരിച്ചാൽ അവന് നിത്യത ലഭിക്കുമെന്നാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പാപപങ്കുലമായ ജീവിതത്തിൽ ജീവിക്കുന്ന മാനവകുലത്തിന്റെ വിടുതലിന് വേണ്ടിയാണ് യേശു ഇഹലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. മതം സ്ഥാപിക്കാനല്ല, സംഘടന ഉണ്ടാക്കാനല്ല, യേശു ക്രിസ്തു പണം സമ്പാദിച്ച് ഏതെങ്കിലും ഗ്രൂപ്പിനെ വാർത്തെടുക്കാനല്ല യേശു ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. മറിച്ച് മനുഷ്യന്റെ പാപം, ആ പാപത്തിൽ മനുഷ്യൻ മരണത്തിലേക്ക്, നിത്യമരണത്തിലേക്ക് അകപ്പെട്ടിരിക്കുകയാണ്. ആ മനുഷ്യനെ വിടുവിച്ചെടുക്കാൻ ഇവിടുത്തെ പ്രവാചകന്മാർക്കോ, ഇവിടുത്തെ മന്ത്രവാദികൾക്കോ, ഇവിടുത്തെ പുരോഹിതന്മാർക്കോ, ഇവിടുത്തെ സംഘടനകൾക്കോ, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ, ഇവിടുത്തെ മതാചാരന്മാർക്കോ, ഇവിടുത്തെ പ്രത്യാശാസ്ത്രങ്ങൾക്കോ കഴിയാതിരിക്കുമ്പോൾ ഉലകത്തിൽ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ അറിയപ്പെട്ട ഒരു നാമമുണ്ട്. അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. ആ യേശുക്രിസ്തുവിന്റെ നാമത്തിന് മാത്രമേ പാപപരിഹാരം നടത്തുവാൻ കഴിയുകയുള്ളൂ. പാപം എല്ലാവരിലും പാപമാണ് കൊണ്ടിരിക്കുന്നു. ഈ പാപിയായ മനുഷ്യൻ എങ്ങനെ രക്ഷപ്പെടും? ഇതൊരു ചോദ്യമാണ് കേട്ടോ. ചിലർ ചോദിക്കുന്നു, ഞാൻ പാപം ചെയ്യാതെയാണ് പള്ളിയിൽ പോയി, എനിക്ക് അധികം ഒന്നും പാപം ചെയ്തിട്ടില്ല, ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തിരിക്കുന്നു. നാം ചിലരെ നോക്കി ചോദിക്കുന്നു, ഈ മദ്യപാനി രക്ഷപ്പെടുമോ? ഈ കഞ്ചാവ് കുടിക്കുന്നവൻ രക്ഷപ്പെടുമോ? ഈ ലഹരി പദാർത്ഥങ്ങളും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവൻ രക്ഷപ്പെടുമോ? ഒരു ചോദ്യമാണ്. ഞാനും ചിലരെ നോക്കിയിട്ട് ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഈ ഇദ്ദേഹം രക്ഷപ്പെടാൻ സാധ്യതയുണ്ടോ? കാരണം 24 മണിക്കൂറും മദ്യത്തിന്റെ ലഹരിയിൽ. നമ്മുടെ പിള്ളേർ പറഞ്ഞത് താമരയാ, വെള്ളത്തിലാ എപ്പോഴും. 24 മണിക്കൂറും കഞ്ചാവും വലിച്ച്, ലഹരി ഉപയോഗിച്ച്, സിറിഞ്ചും അടിച്ച് ഇങ്ങനെ വാല കോല നടക്കുന്ന ഈ ഒരു വ്യക്തി രക്ഷപ്പെടുമോ? ഇച്ചിരി ബോധം വേണ്ടേ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ? സ്വബോധം വന്നാലല്ലേ ഇത്തിരി നല്ല ഉപദേശം കൊടുക്കാൻ പറ്റൂ, അല്ലേ? സ്വബോധം ഉണ്ടല്ലേ ഏറ്റെടുക്കത്തുള്ളൂ. ഞാൻ ഒരു കാലഘട്ടത്തിൽ ചിന്തിച്ചുകൊണ്ടൊരു കാര്യം, പക്ഷെ ഞാൻ എന്നിലേക്ക് തിരിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവത്തിന് സ്വബോധമൊന്നും വേണമെന്നില്ല. ഒരു അല്ലേലി പറഞ്ഞാട്ടെ. 1999 നിരവധി കേസിൽ പ്രതിയായി, ജീവിതത്തിന്റെ സകല മേഖലകളും അടഞ്ഞ് 1999 മഹാരാഷ്ട്ര സത്താറ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ബൂഞ്ച് എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ടയർ മോളിംഗ് കമ്പനിയിൽ ഒളിവിൽ കിടക്കുമ്പോൾ 4 ദിവസം കൊണ്ട് എൻ്റെ ശരീരം മൊത്തം ടൈഫോയിഡ് പിടിച്ച് എല്ലും തോലുമായി. 4ാമത്തെ ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ റൂമിൽ നോക്കുമ്പോൾ ഞാൻ കിടക്കുന്നത് എൻ്റെ സ്വന്തം മലമൂത്ര വിസർജനത്തില്ല. 4 ദിവസം കൊണ്ട്. സഹോദര യൗവനക്കാരാ, നിനക്ക് ശക്തി ഉണ്ടല്ലേ, കൂട്ടുകാരുണ്ടല്ലേ, അളിയാന്ന് വിളിച്ച ഓടി വരാൻ 100 കണക്കിന് പിള്ളേരുണ്ടല്ലേ. ഒരു പ്രശ്നം എന്ന് പറയുമ്പോൾ വാളും വടിയും കടാരയും എടുത്ത് നിന്നെ സഹായിക്കാൻ ഒത്തിരി പേരുണ്ടല്ലേ. പ്രശ്നം ഉണ്ടാക്കുന്നവനെ മദ്യത്തിന്റെ ലഹരിയുടെ പേരിൽ വളഞ്ഞിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ അടിച്ച് തകർക്കാൻ നിനക്കിപ്പോ കെൽപ്പുണ്ടല്ലേ. പക്ഷെ നീ ഓർത്തോ, നിന്റെ സ്നേഹിതരും നിന്റെ കൂട്ടുകാരും നീ ഉപയോഗിക്കുന്ന മദ്യവും കഞ്ചാവും ലഹരിയും നിന്നെ സഹായിക്കാൻ വരാതിരിക്കുന്ന ഒരു നിമിഷം നിന്റെ മുൻപിലുണ്ട്. 1999 അത് അനുഭവിച്ചറിഞ്ഞവനാണ് ഞാൻ. എൻ്റെ സ്വന്തം മലമൂത്ര വിസർജനത്തിനകത്ത് ഞാൻ കിടന്ന് വേദനിച്ച് പുളയുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ വന്ന് ഓസ് വെച്ച് എന്നെ അടിച്ച് വൃത്തിയാക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 4ാമത്തെ ദിവസം എൻ്റെ മമ്മിക്ക് ഞാൻ വിളിക്കുക, മമ്മി ഞാൻ മരിച്ചു പോകും, എൻ്റെ മമ്മി നിത്യതയിൽ എടുക്കപ്പെട്ടു കഴിഞ്ഞ വർഷം.
എൻ്റെ മമ്മി എന്നോട് പറഞ്ഞു, മോനെ നീ പെട്ടെന്ന് വണ്ടി കയറുക, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ 3 ദിവസത്തെ യാത്രയിൽ 2ാമത്തെ ദിവസം എൻ്റെ യാത്രയിൽ ശക്തമായ ബലം. വീട്ടിൽ വന്ന് കയറുമ്പോൾ ഞാൻ പൂർണ്ണ ആരോഗ്യവാനായിട്ട് വന്നു കയറി ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, ഷൈനു നിൽക്കരുത്, പ്രശ്നമാണ്, നീ മാറിക്കോണം. അങ്ങനെ ഞാൻ ബാലരാമപുരത്തെ എൻ്റെ അപ്പൻ്റെ ഇളയ സഹോദരിയുടെ വീട്ടിൽ ഞാൻ പോയി. പിറ്റേന്ന് രാവിലെ വീട് മുഴുവനും പോലീസ് വളഞ്ഞു. പക്ഷെ ദൈവം എന്നെ വിട്ടില്ല, കൊടുത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു വാർത്ത കേൾക്കുന്നു. എൻ്റെ മമ്മിയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ്റെ ഭാര്യയ്ക്ക് ചെറിയ മെൻ്റൽ ഡിപ്രഷൻ ഉണ്ടായിട്ട് അവരുടെ വീട്ടിലൊരു ഉണർവിൻ്റെ പ്രാർത്ഥന, വിടുതലിൻ്റെ പ്രാർത്ഥന അവരുടെ വീട്ടിൽ നടക്കാത്തത് കൊണ്ട് 1999 ഫെബ്രുവരി മാസം ഹല്ലേലൂയ 6-ാം തീയതി ആ പ്രാർത്ഥന ഞങ്ങളുടെ വീട്ടിൽ വെച്ചു. അങ്ങനെ ചിലരുടെ പ്രേരണയാൽ പ്രാർത്ഥനയ്ക്ക് എന്നെ ബാലരാമപുരത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. 1ാമത്തെ ദിവസം എല്ലാവരുടെ പ്രേരണയാൽ ഞാൻ പ്രാർത്ഥനയിലിരിക്കുകയാണ്. 1ാമത്തെ ദിവസത്തെ പ്രാർത്ഥന വല്ലാത്ത ബോറടി, അന്യഭാഷയും കയ്യടിയും പ്രസംഗവും ചന്തല ചൗതലയും. കലി വരത്തില്ലേ? കാലിക്കൂടെ ഒരു അരിശം. നമുക്കങ്ങനെ കയ്യടി സ്വോത്രം പ്രാർത്ഥനയും കേട്ടാൽ നമുക്ക് അരിശവാ. പക്ഷേ ലോകം മുഴുവനും ബോക്സ് വെച്ച് ചങ്കട അടിച്ച് നമുക്ക് യാതൊരു കുഴപ്പമില്ല. ഇച്ചിരി പ്രാർത്ഥിച്ചാൽ, കയ്യടിച്ചാൽ, നിന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നമുക്ക് പിടിക്കത്തില്ല. വല്ലാത്ത ബോറടി. എൻ്റെ ഒരു സ്നേഹിതൻ വെങ്കടേഷ്, ഞാൻ അവനെ വിളിച്ചു, വല്ലാത്ത ബോറടി പ്രാർത്ഥന പെട്ടെന്ന് നമുക്ക് പേടൊരു കള്ളി ഷാപ്പുണ്ട്, അപ്പി മുതലാളിയുടെ ഷാപ്പ്. അവിടെ ഞങ്ങൾ പോയി വെരട്ടി കള്ളുപിടി, നമ്മുടെ പിള്ളേരെ ഭാഷ പറഞ്ഞ PC കള്ളുപിടി. അങ്ങനെ 1ാമത്തെ സെക്ഷൻ പ്രാർത്ഥന കഴിഞ്ഞ് വെങ്കടേഷുമായി ഞാൻ പേയാട് കള്ളിഷാപ്പിൽ പോയി 4 ഗ്ലാസ് കള്ള് PC കുടിച്ചിട്ട് 2ാമത്തെ സെക്ഷൻ പ്രാർത്ഥനയിൽ 2.5 മണിക്ക് ഞങ്ങളുടെ വീട്ടിലെ ഹാളിൽ പ്രാർത്ഥിക്കാനിരിക്കുന്നു. ഈ സാക്ഷി ഇവിടെ പറഞ്ഞില്ല, പിന്നെ ഇവിടെ പറയാനോ? പ്രാർത്ഥിച്ചു തുടങ്ങി, പാട്ടുപാടി പ്രസംഗിച്ചു തുടങ്ങി. 4 ഗ്ലാസ് കള്ളിലിരിക്കുന്ന എനിക്കിതൊന്നും പിടികിട്ടുന്നില്ല. പക്ഷെ ദൈവദാസൻ പ്രസംഗിക്കുന്ന ഓരോ വാക്കുകളും ഒരു ശരം തറയ്ക്കുന്നത് പോലെ എൻ്റെ ഹൃദയത്തിനകത്താഞ്ഞു പതിഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്നൊരു തണുത്ത സാധനം എൻ്റെ തലമേൽ വന്ന് വീണ് എൻ്റെ ശരീരം മൊത്തം വ്യാപിച്ചു. അത് എൻ്റെ ശരീരത്തിലെ മദ്യത്തിൻ്റെ ലഹരി എന്നിൽ നിന്ന് വിട്ടുമാറി. ഹല്ലേലൂയ. പെട്ടെന്ന് എൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ നിന്നിട്ട് പറയുകയാണ്, ഈ ലോകത്തിലെ ഏറ്റവും പാപി നീയാണ്, നിനക്കിനി രക്ഷയില്ല. അത് കേട്ട ഉടനെ എൻ്റെ ഹൃദയത്തിനകത്തൊരു വലിയ മനോഭാരം തന്നു. ഞാൻ നിലവിളിക്കാൻ തുടങ്ങി, അയ്യോ ഞാൻ പാപിയായ മനുഷ്യനാണ്, എൻ്റെ പാപത്തെ ആർ ക്ഷമിക്കും? ഞാൻ നിലവിളിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ മറ്റൊരു ശബ്ദം കേട്ടു. മറ്റൊന്നുമല്ല, എൻ്റെ രക്തം നിന്റെ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ആ ശബ്ദം കേട്ട മാത്രമേ ഞാൻ അബോധാവസ്ഥയിൽ വീണു. ഏകദേശം 3.5 മണിക്കൂർ കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ പഴയ ഷൈനു എസ് കൃഷ്ണയായിട്ടല്ല ഞാൻ എഴുന്നേറ്റത്. ഒരു പുതിയ ഷൈനുവായി എഴുന്നേൽക്കാൻ സ്വർഗത്തിലെ കർത്താവ് എനിക്ക് കൃപ തന്നു. എൻ്റെ നോട്ടം മാറി, എൻ്റെ ചിന്ത മാറി, എൻ്റെ സംസാരത്തിൽ, എൻ്റെ ഇടപെടലുകളിൽ, എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിൽ ഞാനൊരു പുതിയ മനുഷ്യനായതുപോലെ. അതുകൊണ്ട് ആ ബൈബിൾ വിളിച്ചു പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയത്രേ, പഴയതോ നീങ്ങിപ്പോയി. അതുകൊണ്ട് ഇന്ന് രാത്രി ചെങ്കച്ചുള്ള ദേശത്തിൽ ഇരിക്കുന്ന ഓരോ ദൈവമക്കളോട്, ഓരോ ഭവനത്തിലുള്ളവരോട് ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ ഭർത്താവ് മദ്യപാനിയായിരിക്കാം, നിന്റെ മകൻ കഞ്ചാവ് അടിക്കുന്നവനായിരിക്കാം, നിന്റെ മകൻ ലഹരി ഉപയോഗിക്കുന്നവനായി MD അടിക്കുന്നവനായിരിക്കാം, ഇനി എന്തോ അടിക്കട്ടെ. ഇന്ന് രാത്രി ഞാൻ പറയാം, മദ്യത്തിലിരുന്ന ഷൈനു എസ് കൃഷ്ണയെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തൊട്ട് ഒരു ദൈവദാസനാക്കി മാറ്റിയെങ്കിൽ മദ്യമോ ലഹരിയോ എൻ്റെ ദൈവത്തിനൊരു വിഷയമല്ല. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലം വരാൻ പോകുകയാ, നിന്റെ ഉപവാസത്തിന് ഫലം വരാൻ പോകുകയാ, നിന്റെ കണ്ണുനീരിന് ഫലം വരാൻ പോകുകയാ. ചെങ്കച്ചുള്ള ദേശത്തിലെ സഭകളെ, ദൈവദാസന്മാരെ, പുറകോട്ട് പോകരുത്, പ്രാർത്ഥന നിർത്തരുത്, ഉപവാസം നിർത്തരുത്. പിതാക്കന്മാർ കരഞ്ഞതുപോലെ നമുക്ക് കരയാം, നമുക്ക് ഉപവസിക്കാം, നമുക്ക് ഇടിവിൽ നിൽക്കാം. ഒരു കൂട്ടം തലമുറയെ ഈ ദിവസങ്ങളിൽ ദൈവം വാർത്തെടുക്കട്ടെ. യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ സമ്പൂർണത കഠോരമായ ക്രൂരന്മാരെ
ക്രിസ്തുവിലേക്ക് ആനയിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹം ഞാൻ ഈ ചെങ്കച്ചുള്ള ദേശത്തെടുത്ത് പറയേണ്ട കാര്യമില്ല. ഇവിടെ തന്നെ എത്രയോ എത്രയോ നികൃഷ്ടമായ ജീവിതം നയിച്ച എത്രയോ പേരെ കർത്താവ് ഇതിനകം കർത്താവ് ഉയർത്തെഴുന്നേൽപ്പിച്ചിരിക്കുന്നു, കർത്താവിന് വേണ്ടി മാറ്റിയിരിക്കുന്നു, കർത്താവിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു. ആമേൻ. ഈ യേശുവിന്റെ മാർഗം ഇഷ്ടമല്ലെങ്കിൽ പോലും, ഇവിടെ വന്നില്ലെങ്കിൽ പോലും, ഒരു ഹൃദയത്തിന്റെ താളിൽ എവിടൊക്കെയോ സ്പന്ദിക്കുന്നുണ്ട്. എന്റെ ഭർത്താവ് ഒന്ന് രക്ഷപ്പെട്ടെങ്കിൽ, എന്റെ മകനൊന്ന് രക്ഷപ്പെട്ടെങ്കിൽ, അയ്യോ അവന്റെ സ്വഭാവം ഒന്ന് മാറിയെങ്കിൽ, കരയുന്ന മാതാവേ, വിലപിക്കുന്ന പിതാവേ, സഹോദരങ്ങളെ, യേശുവിന്റെ മാർഗത്തിനല്ലാതെ മറ്റൊരു മാർഗത്തിന് അടുത്തൊരു തലമുറയെ വീണ്ടെടുക്കുവാൻ സാധ്യമല്ല. ഈ രാജാജി നഗറിൽ ചെങ്കച്ചുള്ള ദേശത്ത് ഈ മീറ്റിംഗ് നടക്കുമ്പോൾ ഇതിന്റെ ഏതെങ്കിലും ഇടവഴികളിലും മുടുക്കുകളിലും ടെറസിന്റെ മുകളിലൊക്കെ ഒരുപക്ഷെ നീ ലഹരി, നിന്റെ സഹോദരങ്ങളും നിന്റെ കൂട്ടുകാരുമൊത്ത് ഈ സമയത്ത് നീ ഒരുപക്ഷെ നീ അത് ഉപയോഗിക്കുന്ന വ്യക്തിയായിരിക്കാം. നിന്നെ നോക്കി സ്വർഗം ഇന്ന് രാത്രി വിളിച്ചു പറയുന്നു, വാ, യേശുവിന്റെ അടുക്കലേക്ക് വാ. നിന്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നതിന് മുമ്പ്, നിന്റെ കുടുംബം നഷ്ടപ്പെടുന്നതിന് മുമ്പ്, നീ നല്ലൊരു അപ്പനായി ജീവിക്കാൻ, നീ നല്ലൊരു മകനായി ജീവിക്കാൻ, സമൂഹത്തിൽ നീ നല്ലവനായി മാറാൻ, നല്ലവനാക്കി മാറ്റാൻ കഴിയുന്ന ഒരേ ഒരു മാർഗമേ ഉള്ളൂ. അതിന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറയനായ യേശു ക്രിസ്തുവിന്റെ മാർഗമാണ്. ഒരു കാലഘട്ടത്തിൽ വാളും കടാരയൊക്കെ ഇടുപ്പി തിരുകി പോകുന്നിടത്തെല്ലാം കൂട്ടുകാർ. ഞാനും ഈ ഷൈജുവൊക്കെ ഒരു വേദിയിലുണ്ടെങ്കിൽ ഞാൻ വിളിക്കും അളിയാന്ന്. പണ്ടത്തെ അളിയൻ വിളിയാട്ടോ, ആ അളിയൻ വിളി ഇന്ന് മാറിയിട്ടില്ല. ഞങ്ങളൊക്കെ ഏതൊക്കെ കോളനിയിലാ പോയി, എന്തൊക്കെയാ ബന്ധങ്ങള്. ഞാനിടയ്ക്ക് ഒരു ചെറുപ്പക്കാരനുമായിട്ട് സംസാരിച്ചപ്പോൾ അവനോട് പറഞ്ഞു, എന്നെ ആരെന്നറിയാമോ, എനിക്ക് എവിടെയൊക്കെ ബന്ധമുണ്ടെന്നറിയാമോ? നിനക്ക് എവിടെ ബന്ധമുണ്ടെങ്കിലും, നിനക്ക് ആരുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നീ ഒറ്റപ്പെടുന്ന സമയമുണ്ട്. ഇവരാരുമില്ലാതെ ഏകാന്തതയിൽ എന്നെ ആരെങ്കിലും ഒന്ന് സഹായിക്കണമേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു നിമിഷമുണ്ടാകും. ആ സമയത്തേക്ക് ചിന്തിക്കാൻ ഞങ്ങൾ നിന്നോട് വിളിച്ചു പറയുന്നു, ഒരു നല്ല മാർഗം, അത് യേശുവിന്റെ മാർഗം. ഇതല്ലാതെ മറ്റൊന്നില്ല സഹോദര. കാൽവറിയിൽ യേശു മരിച്ചത്, ഗെത്ശമന തോട്ടം മുതൽ കാൽവറിയുടെ കുലക്കളം വരെ അവൻ പങ്കപ്പാടുകളേറ്റത് നിന്റെ നിത്യതയ്ക്ക് വേണ്ടിയാണ്, നിന്നിലുള്ള പാപ പരിഹാരത്തിന് വേണ്ടിയാണ്. വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പുണ്യനദികളോ തീർത്ഥാടന കേന്ദ്രങ്ങളോ കർമ്മങ്ങളോ കർമാചാരങ്ങളോ ലക്ഷക്കണക്കിന്റെ മന്ത്രവാദ സ്തുതങ്ങളോ ഇത് നിന്നെ നിത്യതയിൽ എത്തിക്കത്തില്ല. ഇന്ന് രാത്രി ശക്തമായി ഞങ്ങൾ വിളിച്ചു പറയുന്നു, യേശുവിന്റെ നാമമല്ലാതെ, യേശുവിന്റെ രക്തമല്ലാതെ പാപപരിഹാരമായി മറ്റൊന്നില്ലവേ ഇല്ല. യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ സമ്പൂർണത, ഇനി യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ സമ്പൂർണത. എന്താണ് യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ സമ്പൂർണത? യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ സമ്പൂർണതയ്ക്ക് 3 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, യേശുക്രിസ്തു മരണത്തെ ജയിച്ചു. ഹല്ലേലൂയ. ഉലകത്തിൽ കല്ലറകളെ വിട്ടെഴുന്നേറ്റ ഒരുവനുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഉലകമകാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമകാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതനേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടും
വിഷമുള്ളവിടെ എന്ന് ചോദിച്ച് മരണത്തെയും പാപത്തെയും ജയിച്ച ഒരുവൻ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി കരമടിച്ച് അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്ക്. അത് നസറയനായ യേശുവല്ലാതെ മറ്റൊരുവനില്ല. യേശുവിന്റെ ഉയർപ്പിന്റെ പ്രത്യേകത, അവൻ മാത്രമേ മരണത്തിൽ നിന്ന് ഉയർത്തിട്ടുള്ളൂ. ഉണ്ടെങ്കിൽ തെളിവ് സഹിതം കയറി വന്ന് പറ, ഞങ്ങൾ ഈ പരിപാടി നിർത്തും. മരിച്ചിട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ ഒരുവൻ ഉണ്ടെങ്കിൽ അത് യേശുവേ ഉള്ളൂ. ഉണ്ടെങ്കിൽ തെളിയിക്കണം, ഞങ്ങൾ ഈ പരിപാടി നിർത്തും. ഇനി ഉയർപ്പിന്റെ രണ്ടാമത്തെ പ്രത്യേകത, യേശു 500-ൽ പരം ശിഷ്യന്മാരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി അതിരിങ്കൽ വെച്ച് കരമുയർത്തി അവരെ അനുഗ്രഹിച്ചു. ആരാ പറഞ്ഞ അനുഗ്രഹമില്ലാന്ന്? ആരാ പറഞ്ഞ അനുഗ്രഹമില്ലാന്ന്? യേശുവിൽ അനുഗ്രഹമുണ്ട്. വിശ്വസ്തയോടെ അവനെ സേവിക്കുന്നവർക്ക് അനുഗ്രഹമുണ്ട്. ഇന്ന് രാത്രിയിൽ യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനത്തെ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ആ സമാധാനത്തിന്റെ അനുഗ്രഹം നമ്മുടെ മേലുണ്ട് കേട്ടോ. ഹല്ലേലൂയ. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, 1999 എന്നെ യേശു തൊട്ടു. ഹല്ലേലൂയ. 1999 ഫെബ്രുവരി മാസം 7-ാം തീയതി രാവിലെ 7 മണിക്ക് ദൈവശബ്ദം കേട്ട് ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി തീരുമാനിച്ചു. അതേ ദിവസം 11 മണിയായപ്പോ കുവൈറ്റിൽ പോകേണ്ട ജോലിക്കുള്ള വിസ എന്റെ കയ്യിൽ കിട്ടി. ഹല്ലേലൂയ. വിസ എടുത്ത് റൂമിനകത്ത് പ്രാർത്ഥിക്കാനിരുന്നപ്പോ സ്വർഗത്തിലെ കർത്താവ് പറഞ്ഞു, മോനെ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുകയാണല്ലോ. ഞാൻ പറഞ്ഞു, കർത്താവ് ശരിയാ, ഞാൻ നിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഈ ലോകത്തിൽ എത്ര കോടി രൂപ കൊണ്ടുവന്നാലും നിന്റെ വേലയ്ക്ക് തത്തുല്യമാകത്തില്ല എന്ന് പറഞ്ഞ് വിസ ഞാൻ 2ആയി വലിച്ചു കീറി പൂർണ്ണ സമയം ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയാം, ഹല്ലേലൂയ, യേശു അനുഗ്രഹിച്ചത് ചുമ്മയല്ല. ഞാൻ ഏത് നാമത്തിൽ വിസ വലിച്ചു കളഞ്ഞോ അതേ നാമത്തിൽ വിദേശ രാജ്യങ്ങൾ സഞ്ചരിക്കാൻ എന്റെ ദൈവം എനിക്ക് കൃപ തന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാര്യ ദൈവം എനിക്ക് തന്നു. പേര് നിഷ എന്നാണ്. വന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എനിക്ക് 3 പെൺകുഞ്ഞുങ്ങളെ തന്നു. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ തന്നു. അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ തന്നു. കർത്താവ് അയക്കുന്നിടത്തൊക്കെ വിശ്വസ്തയോടെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞത് അനുഗ്രഹം തരാമെന്ന് പറഞ്ഞത് പാസ്റ്റർ അല്ല, സെൻട്രൽ പാസ്റ്റർ അല്ല, സംഘടനയല്ല. അനുഗ്രഹിക്കാന്ന് പറഞ്ഞത് യേശുവാണെങ്കിൽ യേശു നിന്നെ നിശ്ചയമായി അനുഗ്രഹിക്കും. വിശ്വസിക്കുന്നവർ കരമടിച്ചു ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവർ കരമുയർത്തി അവരെ അനുഗ്രഹിച്ചു. അനുഗ്രഹമുണ്ട്. യേശുവിനെ അനുഗമിക്കുന്നവർക്ക് ഈ ലോകത്തിൽ അനുഗ്രഹമുണ്ടെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. പക്ഷെ അനുഗ്രഹത്തിലാകരുത് നമ്മുടെ കണ്ണ്. പിന്നെ യേശു അവർ കാണുകയും മൂന്നാമത്തെ യേശുവിന്റെ ഉയർപ്പിന്റെ മൂന്നാമത്തെ പൂർത്തീകരണം, മൂന്നാമത്തെ ഭാഗം അവർ കാണുകയും അവൻ സ്വർഗത്തിലേക്ക് കരകയറിപ്പോയി. അവരിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നോക്കി നിൽക്കുന്ന അവരുടെ കണ്ണുകൾക്ക് യേശു മേഘത്തിൽ മറഞ്ഞു പോയി. എന്നിട്ട് അവർ നോക്കി നിൽക്കുകയാണ്. ഇനി ഇച്ചിരി കൂടെ കാണാൻ പറ്റുമോ? അവരിങ്ങനെ നോക്കി പിന്നെ കർത്താവിനെ കാണാനേ പറ്റില്ല. അത്രമാത്രം കർത്താവിന്റെ കണ്ണുകൾക്ക് മറഞ്ഞു പോയി. ഉടനെ 2 ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ടിട്ട് അവരോട് പറയാണ്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? സ്വർഗത്തിലേക്ക് കരകയറിപ്പോയ നസറയനായ യേശു അവൻ കരകയറിപ്പോയതുപോലെ വീണ്ടും നിങ്ങളെ ചേർക്കാൻ അവൻ ഇറങ്ങി വരും. ഹല്ലേലൂയ. യേശുവിന്റെ ഉയർപ്പിന്റെ സമ്പൂർണ്ണതയുടെ മൂന്നാമത്തെ ഭാഗം അവൻ മടങ്ങി വരുമെന്നുള്ളതാണ്. യേശുവിന്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു. കർത്താവ് വരാൻ സമയമായി. അതിന്റെ ലക്ഷണങ്ങൾ ലോകത്തിൽ, ആകാശത്തിൽ, കരയിൽ, ജാതികളിൽ, പട്ടണങ്ങളിൽ, രാഷ്ട്രീയത്തിൽ, മതപരമായി, സാമൂഹ്യപരമായി ഒക്കെയും കർത്താവ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു. ആ പ്രത്യാശയുള്ള ദൈവമക്കൾ കരമടിച്ചു പറ, ഞാൻ ആരെ ആരാധിക്കുന്നുവോ, ഞാൻ ആരെ പ്രസംഗിക്കുന്നുവോ, ഞാൻ ആരെ സ്തുതിക്കുന്നുവോ, ഞാൻ ആരെ കാത്തിരിക്കുന്നുവോ, ആ പ്രാണപ്രിയൻ കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനോടുകൂടെ വാനമേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. ആ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ താങ്കൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ
ഒരുങ്ങാനുള്ള 7 സ്റ്റെപ്പുകൾ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മാവിന്റെ നിറവ്, ഉപദേശം, അപ്പം നുറുക്ക്, കൂട്ടായ്മ, പ്രാർത്ഥന, ദൈവം ഭൂമിയിൽ അവൻ വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയാകുന്ന കർത്താവിൻ്റെ ആത്മമണവാട്ടിയാകുന്ന സഭയെ ചേർക്കുവാൻ കർത്താവ് വെച്ചിരിക്കുന്ന ദൈവസഭയിൽ താങ്കൾ കടന്നുപോയി ഹല്ലേലൂയ സഭയിൽ അംഗത്വം പ്രാപിച്ച് യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ യേശുവിൻ്റെ വരവെങ്കിൽ താങ്കൾ എടുക്കപ്പെട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ആ സമ്പൂർണ്ണത കഴിഞ്ഞാൽ അടുത്ത ഒരു തലമാണ് യേശുക്രിസ്തുവിന്റെ ന്യായവിധിയുടെ സമ്പൂർണ്ണത. എന്താണ് യേശുക്രിസ്തുവിന്റെ ന്യായവിധിയുടെ സമ്പൂർണ്ണത? അതോടെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യേശുക്രിസ്തുവിന്റെ ന്യായവിധിയുടെ സമ്പൂർണ്ണത എന്താണ്? ന്യായവിധിയുടെ സമ്പൂർണ്ണത, യേശുക്രിസ്തു അവൻ ഇന്നുകളിൽ അവൻ സൗഖ്യദായകനാണ്. യേശു ഇന്നുകളിൽ വിടുവിക്കുന്നവനാണ്. ജാതിയോ മതമോ നിറമോ ഒന്നും നോക്കാതെ യേശുവേ എന്ന് വിളിച്ചാൽ അവൻ വിളി കേൾക്കുന്നവനാണ്, സൗഖ്യം തരുന്നവനാണ്. പക്ഷേ ഈ യേശു ഒരിക്കൽ ഇനി അവൻ സൗഖ്യമാക്കുന്നവനല്ലാതെ, വിടുവിക്കുന്നവനല്ലാതെ ഒരു ന്യായാധിപതിയായി വരാൻ പോകുകയാണ്. ഞാൻ എവിടെയും എടുത്തു പറയുന്ന ഒരു ചെറിയൊരു സ്റ്റോറി ഉണ്ട്. ഒരിക്കലൊരു മനുഷ്യൻ ഒരു മനുഷ്യനെ കുത്തി മലർത്തിയ കഠാരയുമായി ചോര ഒലിച്ചു വരുന്ന ആ കഠാരയുമായി ഓടി അർദ്ധരാത്രിയിൽ ഓടി ഒരു വക്കീലിന്റെ ഒരു അഡ്വക്കേറ്റിന്റെ വീട്ടിൽ ഓടിക്കയറി. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ അഡ്വക്കേറ്റ് വാതിൽ തുറന്നു. കഠാരയുമായി രക്തമൊലിച്ചു നിൽക്കുന്ന മനുഷ്യനെ ചോദിച്ചു, എന്താ കാര്യം? സാറേ, ഞാൻ ഒരുവനെ ഇപ്പോൾ കുത്തി കൊന്നിരിക്കുക. വഴിയിൽ കുത്തി മലർത്തിയിട്ടില്ല ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത്. എന്നെ രക്ഷിക്കണം. എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. വക്കീൽ പറഞ്ഞു, അകത്ത് കൊണ്ടുപോയി അദ്ദേഹത്തിന് അറിയാവുന്ന നിയമവശങ്ങൾ കൊണ്ട് ആ കേസിൽ നിന്ന് അദ്ദേഹത്തെ പുഷ്പം പോലെ പുറത്തിറക്കി. സഹോദര, പണമുണ്ടെങ്കിൽ, പിടിപാടുണ്ടെങ്കിൽ ഏത് കേസിൽ നിന്ന് നീ ഊരിപ്പോകും. പക്ഷെ ഊരിപ്പോകാത്ത ഒരു ഇടമുണ്ട് കേട്ടോ. അതാ ഞങ്ങൾ പറഞ്ഞു വരുന്നത്. ചില വർഷങ്ങൾ കഴിഞ്ഞ് ഇദ്ദേഹം മറ്റൊരു മനുഷ്യനെ നടു റോഡിൽ വെട്ടി പരിക്കേൽപ്പിച്ചു. കഴുത്തിന് വെട്ടിയ കഴുത്ത് 2 തുണ്ടായി പോയി, മരിച്ചുപോയി. ആ പകലിൽ ഓടി പഴയ ആ ചിന്തയിൽ ആ വക്കീലിന്റെ വീട്ടിലോട്ട് ഓടി പഴയ ആ ഓർമ്മയിൽ ഓടിച്ചെന്ന് ആ വക്കീലിന്റെ വീട്ടിന്റെ കോളിംഗ് ബെല്ലിൽ അടിച്ചു. വാതിൽ തുറന്നു. അദ്ദേഹം നോക്കിയപ്പോ പഴയ മനുഷ്യൻ, ചില വർഷങ്ങൾക്ക് മുമ്പ് കണ്ട പരിചയം. ചോദിച്ചു, എന്താ സാറേ, അന്ന് എന്നെ ഒരു വിഷയത്തിൽ രക്ഷപ്പെടുത്തിയില്ലേ? ഞാനിപ്പോ മറ്റൊരു വിഷയത്തിൽ പെട്ടിരിക്കുകയാണ്. അന്ന് തന്നതിൽ 10 മടങ്ങ് ഞാൻ പണം തരാം. ഇതിൽ തന്നെ രക്ഷിക്കണം. അദ്ദേഹം പറഞ്ഞു, അകത്തൊരു ഉൾമുറിയിൽ അദ്ദേഹത്തെ കൊണ്ടിരുത്തു. എന്നിട്ട് പതുക്കെ മുൻവശത്തെ വാതിലടച്ചിട്ട് സ്റ്റേഷനിലോട്ട് വിളിച്ച് പോലീസിനെ വരുത്തിയിട്ട് ഈ മനുഷ്യനെ പോലീസിന് ഹാൻഡ് ഓവർ ചെയ്തു. ആ മുറിക്കകത്ത് നിന്ന് പോലീസ് അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോകുമ്പോ തിരിഞ്ഞു നിന്ന് ഈ കൊലയാളിയായ മനുഷ്യൻ പറഞ്ഞു, സാറേ, എന്നെ പരിപാടിയാണ് കാണിച്ചത്. താങ്കളെ വിശ്വസിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് രക്ഷപ്പെടുത്തി, അതേ രക്ഷപ്പെടുത്ത വിശ്വാസത്തോടെ ഞാൻ വന്നത്. എന്നെ ചതിച്ചല്ലോ. എന്നെ ഇങ്ങനെ ചതിക്കണ്ടായിരുന്നു, എന്നോട് ചതി വേണ്ടായിരുന്നു. ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, മോനെ, അന്ന് നീ ഓടി വന്നപ്പോ എൻ്റെ വീട്ടിന്റെ മുൻപിൽ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ്. പക്ഷെ ഇന്ന് വന്നപ്പോ നീ ആ ബോർഡ് ശ്രദ്ധിച്ചില്ല. 2 മാസത്തിന് മുമ്പ് എൻ്റെ വീടിലെ മുൻപിൽ വെച്ചിരുന്ന ബോർഡ് ഞാൻ മാറ്റി. കാരണം ഞാനിപ്പോൾ ജഡ്ജി ആയിരിക്കുകയാണ്. ഞാൻ വക്കീലല്ല, ഞാൻ നിയമിക്കുന്ന ന്യായപാലനാണ്. അദ്ദേഹം ഞെട്ടിപ്പോയി. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞതിന്റെ സാരം, യേശു ഇന്ന് നിന്നെ സൗഖ്യമാക്കുന്നവനാ, രക്ഷിക്കുന്നവനാ. രക്ഷപ്പെടാൻ നിനക്ക് സമയം തന്നിരിക്കുകയാണ് സഹോദര. ചെറിയൊരു കാലയളവ് നിനക്കുണ്ട്, ചെറിയൊരു സമയം നിനക്ക് തന്നിരിക്കുക. നിന്റെ ആരോഗ്യവും നിന്റെ കഴിവും ബലവും നിന്റെ ബുദ്ധിയും സാമർഥ്യമെല്ലാം യേശുവിന്റെ മുൻപിൽ അടിവര പറഞ്ഞ് രക്ഷപ്പെടാൻ ഇന്ന് രാത്രി നീ മനസ്സ് കാണിച്ചാൽ നിനക്ക് നിത്യ രക്ഷയുണ്ട്. ഇല്ല, ഈ ശബ്ദത്തെ തള്ളിക്കളഞ്ഞാൽ നിനക്ക് നിത്യ ശിക്ഷാവിധിയുണ്ട്. ദൈവം ശിക്ഷിക്കും. തക്കതായ തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കും. എന്തിനാ ഇവിടെ പോലീസും കോടതിയും നിയമമൊക്കെ? എന്തിനാ ഇടയ്ക്കൊക്കെ പോലീസ് വണ്ടി ഇതുവഴിയൊക്കെ കയറി ഇറങ്ങി പോകുന്നേ? തെറ്റ് ചെയ്യുന്നവരെ അടിച്ചോടിക്കാൻ അല്ലേ?
തെറ്റ് ചെയ്യുന്നവരെ ഒതുക്കാനാ. അപ്പോ തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ട്. നീ എത്ര കൊടി കെട്ടിയവനെങ്കിലും തെറ്റ് ചെയ്താൽ ശിക്ഷയുണ്ട് സ്നേഹിത. തെറ്റ് ചെയ്താൽ അതിനുള്ള അടിയുണ്ട് സഹോദരി. ദൈവം പക്ഷേ ന്യായം വിധിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? വിശുദ്ധ ബൈബിൾ പ്രകാരം കർത്താവിന്റെ സഭ ഇവിടെ നെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ 7 വർഷം മണിയറവാസം എന്നാ പറയുന്നത്. കർത്താവിനോട് കൂടെ സഭ 7 വർഷം പ്രതിഫലം വീതിക്കുന്നു. ആ പ്രതിഫലം വീതിച്ചതിന് ശേഷം യേശുവും സഭയും ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും സാത്താനെ എന്നേക്കുമായി 1000 വർഷത്തേക്ക് ചങ്ങലക്കിടുകയും 1000 വർഷം യേശുവും സഭയും ദൂതന്മാരുമായി ഈ ഭൂമിയിൽ നമ്മൾ 1000 വർഷം വാഴും. നമ്മൾ കഷ്ടം അനുഭവിച്ച, നമ്മൾ ദുഃഖം അനുഭവിച്ച, നമ്മൾ നിന്ദിക്കപ്പെട്ട ഇതേ ഭൂമിയിൽ നമ്മൾ രാജാക്കന്മാരായി 1000 വർഷം വാഴും. ഓ, സന്തോഷമില്ല. കാര്യം പോകാനായിട്ട് ഒരു ഒരുക്കവും ഇല്ല, പോകത്തില്ലെന്ന് അറിയാം. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് സൂചിച്ചിട്ടൊന്നും വലിയ കാര്യം ഇല്ല. രാജാക്കന്മാരായി വാഴുമെന്ന് പ്രത്യാശ ഉണ്ടെങ്കിൽ ആ കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിക്ക്. നമുക്ക് പിന്നെ സ്തുതിക്കാൻ കൈയടിക്കാൻ ചെയ്യണം. കെട്ട് പൊട്ടുന്നു, ബന്ധനം പൊട്ടുന്നു, ദോണ്ട് തുള്ളി മറിയുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കിടന്ന് ഉരുണ്ട് പെരണ്ട്. നമുക്കതൊക്കെ ഇഷ്ടം. ഞങ്ങൾ അത് പറയാൻ വന്നല്ല. നീ ഉരുണ്ടോ പെരണ്ടോ എങ്ങനെയോ മറിഞ്ഞോ, ഞങ്ങൾ ഇന്ന് രാത്രി പറയുക, ഒരു ന്യായവിധി ഉണ്ട്. ന്യായവിധി രക്ഷപ്പെടണോ, യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചേ മതിയാകൂ. അപ്പൊ കർത്താവ് എങ്ങനെയാ ഈ ന്യായം വിധിക്കുന്നേ? കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നു, അവൻ വെള്ളസിംഹാസനം ഇടുന്നു. വെള്ളസിംഹാസനം ഇട്ട് കഴിഞ്ഞാൽ ആ സിംഹാസനത്തിന്റെ മുമ്പിൽ 3 പുസ്തകങ്ങളുണ്ട്. 1 ജീവന്റെ പുസ്തകം, 2 ഓർമ്മയുടെ പുസ്തകം, 3 നമ്മുടെ കയ്യിലിരിക്കുന്ന വിശുദ്ധ ബൈബിളിന്റെ ഒറിജിനൽ കോപ്പി ആരുടെ കയ്യിലുണ്ട്? യേശുവിന്റെ കയ്യിലുണ്ട്. ഈ 3 പുസ്തകം വെച്ച കർത്താവ് ന്യായം വിധിക്കുന്നത് കേട്ടോ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അപ്പോൾ 1-ാമത്തെ പുസ്തകം ജീവന്റെ പുസ്തകം. വെളിപ്പാട് പുസ്തകത്തിൽ പഠിപ്പിക്കുന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും, എന്റെ ഭാഷ പറഞ്ഞ ഏവളെയും, ഏവനെയും ഏവളെയും. അവളുമാരും ഉണ്ട് കുറച്ച് കുഴപ്പമൊക്കെ. അവന്മാരും മാത്രമല്ല അവളുമാരും ഉണ്ട്. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ എഴുതി. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കയിൽ തള്ളിക്കളയുമെന്ന്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതണോ? ഇന്ന് രാത്രി സകല പരിപാടി ഉപേക്ഷിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഹൃദയം കർത്താവിന് വേണ്ടി ഇന്ന് രാത്രി കൊടുക്ക്. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതും. 2-ാമത്തെ പുസ്തകം ഓർമ്മയുടെ പുസ്തകം. നീ ചെയ്യുന്ന സകല പരിപാടി ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കുന്നുണ്ട്. 3-ാമത്തെ പുസ്തകം വിശുദ്ധ ബൈബിളാണ്, തിരുവെഴുത്താണ്. ഈ തിരുവെഴുത്ത് വെച്ചാണ് നിന്നെ ന്യായം വിധിക്കുന്നത്. ഇന്ന് നിനക്ക് പ്രസംഗം കേൾക്കാൻ ഇഷ്ടമല്ല, സുവിശേഷം ഇഷ്ടമല്ല. പക്ഷെ ഇതേ സുവിശേഷം കൊണ്ട്, ഇതേ തിരുവെഴുത്ത് കൊണ്ട് നിന്നെ ന്യായം വിധിക്കുന്ന നാൾ അടുത്തിരിക്കുന്നു. ആ ന്യായവിധിയിൽ അകപ്പെടാതിരിക്കാൻ ഇന്ന് രാത്രി ദൈവത്തിന് വേണ്ടി, ദൈവത്തിന്റെ സന്നിധി ഹൃദയം. ആരൊക്കെ അപ്പൊ ഈ ന്യായവിധിയുടെ മുമ്പിൽ വരുന്നത്? അല്ലേ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. രാജരാജൻ മശീക ന്യായസന പുസ്തകമായി വരുമേ. രാജരാജൻ മശീക ന്യായസന പുസ്തകമായി വരുമേ. കോടാകോടി ദൂതർ മധ്യത്തിൽ രക്ഷകൻ വാടമൂടി ചൂടി വാഴുന്ന നാൾ. കോടാകോടി ദൂതർ മധ്യത്തിൽ രക്ഷകൻ വാടമൂടി ചൂടുന്ന നാൾ. രാജരാജൻ മശീക ന്യായസന പുസ്തകമായി വരുമേ. രാജരാജൻ മശീക ന്യായസന പുസ്തകമായി വരുമേ. ഇപ്പൊ കർത്താവ് പുസ്തകവുമായിട്ട് ന്യായസിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അവിടെ ആരൊക്കെ വരുന്ന? പാട്ടുകാരൻ പറയുന്നു, സ്നാനപ്പെട്ടിട്ടുള്ളോരും മാറുഭാഷ തിട്ടമായി പേശിയോരും. സ്നാനപ്പെട്ടിട്ടുള്ളോരും മാറുഭാഷ തിട്ടമായി പേശിയോരും. ഭാഷയെ വ്യാഖ്യാനം ചെയ്തിട്ടുള്ളവരും എല്ലാവരുമെന്നു വന്നേ മതിയാകും. അപ്പോ അന്യഭാഷ പറഞ്ഞതുകൊണ്ട് രക്ഷയില്ല. പാസ്റ്റർ പ്രസംഗിക്കുമ്പോ പാസ്റ്ററെ പറ്റിക്കാൻ ശന്തല ചൗതല കടുപ്പിച്ച് പറഞ്ഞതുകൊണ്ട് രക്ഷിക്കപ്പെട്ടല്ലേ, സ്നാനപ്പെട്ടല്ലേ, ഇപ്പൊ പിന്മാറി നടക്കുകയല്ലേ.
സഹോദര, സഹോദരി, പിന്മാറ്റത്തിൽ പോയവനെ, പിന്മാറ്റത്തിൽ പോയവളെ, മടങ്ങി വാ. സ്നാനപ്പെട്ടിട്ടുള്ളോരും മാറുഭാഷ തിട്ടമായി പേശി, സ്നാനപ്പെട്ടിട്ടുള്ളോരും മാറുഭാഷ തിട്ടമായി പേശിയോരും, സ്നാനപ്പെട്ടിട്ടുള്ളോരും മാറുഭാഷ തിട്ടമായി പേശിയോരും, ഭാഷയിൽ വ്യാഖ്യാനം ചെയ്തിട്ടുള്ളവരും എല്ലാവരും അന്നു വന്നേ മതിയാം. രാജരാജൻ മശീഹ നായസന പുസ്തകമായി വരുമേ, രാജരാജൻ മശീഹ നായസന പുസ്തകമായി വരുമേ. തീർന്നില്ല. ഈ പെന്തിക്കോസ് വന്നിട്ടും കളിക്കുന്ന കുറെ ഉണ്ട്. സ്വന്തം ഭർത്താവിരിക്കെ ജോയിക്കുട്ടി പോകുമ്പോ ജോയിക്കുട്ടിയെ കാണുമ്പോ ഒരു ഇഷ്ടം, നിന്നെയും തമ്പുരാൻ തൂക്കും. സ്വന്തം ഭാര്യ ഇരിക്കെ ഇച്ചിരി നിറവുകളൊക്കെ പോകുമ്പോ ഒരു ഇളക്കം പെരുക്കൊക്കെ ഉണ്ടല്ലോ. കണ്ണുകൾ കാട്ടിക്കൊണ്ട് അനേകരെ വീഴ്ത്തിയ നാരീജനം, കണ്ണുകൾ കാട്ടിക്കൊണ്ട് അനേകരെ വീഴ്ത്തിയ നാരീജനം, തീജ്വാല പോലുള്ള കണ്ണിൻ മുൻപിൽ അവർ വിഭ്രമചിത്തരായി സന്താപം തൂകി, തീജ്വാല പോലുള്ള കണ്ണിൻ മുൻപിൽ വിഭ്രമചിത്തരായി സന്താപം തൂകി. രാജരാജൻ മശീഹ നായസന പുസ്തകമായി വരുമേ, രാജരാജൻ മശീഹ നായസന പുസ്തകമായി വരുമേ. പിന്നെ ഉണ്ട് ടീമുകളെ, ഈ ഭർത്താക്കന്മാരുടെ മുമ്പിൽ ഈ നല്ല പിള്ള ചമയുന്ന, ഭാര്യയുടെ മുമ്പിൽ നല്ല പിള്ള ചമയുന്ന പുരുഷന്മാരും സ്ത്രീകളുമുണ്ട്. നിങ്ങൾ ആരും ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ എന്ത് സെമിത്തേരിയിൽ നിന്നാണോ പ്രസംഗിക്കുന്നത്? ഒരു അല്ലേലിയ പറ. പാതിവൃത്യമില്ലാത്ത ഭാര്യമാരും ഭർത്താക്കന്മാരിവരും, പാതിവൃത്യമില്ലാത്ത ഭാര്യമാരും ഭർത്താക്കന്മാരിവരും, സംഭവങ്ങളെല്ലാം മുറയായി ചോദിക്കും, ലജ്ജിച്ചവർ പിന്നെ പുറകോട്ടു പോയി. സംഭവങ്ങളെല്ലാം മുറയായി ചോദിക്കും, ലജ്ജിച്ചവർ പിന്നെ പുറകോട്ടു പോയിടും. രാജരാജൻ മശീഹ നായസന പുസ്തകമായി വരുമേ, രാജരാജൻ മശീഹ നായസന പുസ്തകമായി വരുമേ. രാജക്കൽ മന്ത്രിമാരും എന്നു വേണ്ട ഉദ്യോഗസ്ഥർ സമസ്തം, രാജക്കൽ മന്ത്രിമാരും എന്നു വേണ്ട ഉദ്യോഗസ്ഥർ സമസ്തം, രാജരാജൻ മുമ്പിൽ വിഭ്രമർത്തി നേടും ദൈവത്തിൻ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ പാടും, ദൈവത്തിൻ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ പാടും. രാജരാജൻ മശീഹ നായസന പുസ്തകമായി വരുമേ, രാജരാജൻ മശീഹ നായസന പുസ്തകമായി വരുമേ. ഈ പാട്ട് നമ്മള് ബാൻഡ് അടിച്ച് പാടണമെന്ന് എൻ്റെ ആഗ്രഹം. അതിനുമ്പ് അവർ കെട്ടിപ്പൊട്ടി വെച്ചു. ഹല്ലേലൂയ പറഞ്ഞാട്ടെ, ഹല്ലേലൂയ പറ. അപ്പൊ വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ ഭാര്യമാരും ഭർത്താക്കന്മാരും, കണ്ണ് കാണിക്കുന്നവനും കണ്ണ് കാണിക്കുന്നവളും, സ്തോത്രം, മന്ത്രിമാരും രാജാക്കന്മാരും ഉദ്യോഗസ്ഥരും ആകാശത്തിന്റെ കീഴിലുള്ള സകലരും, യേശുവിനെ അറിയാത്ത, രക്ഷിക്കപ്പെടാത്ത, സ്നാനപ്പെടാത്ത, ദൈവവചനം അനുസരിക്കാത്ത, സഭയുമായി അംഗീകരിച്ചു പോകാത്ത സകലരെയും ന്യായം വിധിക്കുന്ന ന്യായാധിപതിയായി യേശു ലോകത്തിലേക്ക് വരാൻ പോകുകയാണ്. ലാസ്റ്റത്തെ വരിയിൽ എഴുതിയിട്ടുണ്ട് ഒരു പാട്ട്, ദൈവത്തിൻ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ പാടും. നമ്മളെയൊക്കെ ഇപ്പൊ കുത്തി ഇളക്കണം. സ്തുതി പാട്. കർത്താവിന്റെ ആ വെളിപ്പാട് അകത്തുണ്ടെങ്കിൽ അകത്തെ മനുഷ്യൻ അറിയാതെ സ്തുതിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി യേശുക്രിസ്തുവിന്റെ സമ്പൂർണത, യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ സമ്പൂർണത, അവൻ ആകാശത്തെയും ഭൂമിയെയും ആമിഷണം പുതുതാക്കി മാറ്റി. ആമി ജാതികളെ ന്യായം വിധിച്ച് പിശാചിനെ, സാത്താനെ എന്നേക്കും നരകത്തിൽ തള്ളി ന്യായം വിധിച്ച് അവൻ രാജാവായി വാഴുന്ന ഒരു നാൾ ആമി ആഗതമാകാൻ പോകുകയാണ്. ഇന്ന് രാത്രി പ്രത്യാശയുള്ള ദൈവമക്കൾ കരമടിച്ച് ദൈവത്തെ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ഇവിടെ ചലിക്കുന്നുണ്ട്. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുന്നു. രണ്ട് കാര്യങ്ങൾ പറഞ്ഞ്, ഒന്ന്,
യേശുക്രിസ്തുവിന്റെ സമ്പൂർണത. 2, യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത. എന്താണ് യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠത? നമ്മൾ കുറിവാക്യം വായിച്ചത് 25-ാമത്തെ വാക്യമാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് 26-ാമത്തെ വാക്യത്തിലാണ്. 26-ാമത്തെ വാക്യത്തിന്റെ പ്രത്യേകത എന്താണ്? 26-ാമത്തെ വാക്യത്തിൽ 5 ശ്രേഷ്ഠതകളെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ ശ്രേഷ്ഠത, ഞാൻ കമ്പി വാഹിച്ചിൽ വേഗത്തിൽ പോകാം. ഒന്നാമത്തെ ശ്രേഷ്ഠത, യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ ശ്രേഷ്ഠത, യേശുക്രിസ്തു ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്നു. എന്താണ് ഇതിന്റെ അർത്ഥം? അന്നത്തെ കാലഘട്ടത്തിൽ ആ പാലസ്തീനിലെ യഹൂദ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നവർ മാത്രമല്ല, പിന്നെ മറിച്ച് മറ്റൊരു ഗ്രൂപ്പ് കൂടെ അവിടെ ഉണ്ട്. പിന്നെ ഏതെന്നറിയാമോ? 10 കൽപ്പനകളും 518 ഉപനിയമങ്ങൾ അടങ്ങുന്ന മോശയുടെ ന്യായപ്രമാണത്തിൽ ഊക്കം കൊള്ളുന്ന യഹൂദ മതാനുസാരികൾ. ഈ യഹൂദ മതാനുസാരികളും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയും ഒരു നുഖത്തിന്റെ കീഴിൽ പോകുകയാണ്. ഏതാണ് നുഖം എന്നറിയാമോ? റോമാ സാമ്രാജ്യം. ഈ റോമാ സാമ്രാജ്യത്തിന്റെ നുഖത്തിൽ പോകുന്ന ഈ 2 ഗ്രൂപ്പുകാരും ഒരു സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നുണ്ട്. ഈ യഹൂദ മതാനുസാരികൾ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു ഭൗതിക സ്വാതന്ത്ര്യമാണ്. കാരണം ഇവർ 250, 30, 300, 400 വർഷങ്ങൾ പല സാമ്രാജ്യങ്ങളുടെ അടിമകളായിരുന്ന് ഇപ്പോൾ അവസാന റോമാ സാമ്രാജ്യത്തിനകത്തിരിക്കുകയാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ അവരുടെ പ്രമാണത്തിൽ വിളിച്ചു പറയുന്ന ഒരു പ്രവചന ശബ്ദമുണ്ട്. ഒരു രക്ഷകൻ, ഒരു മശിഹ ഇറങ്ങി വരികയും സകലരെയും തകർത്തിട്ട് ഇവർക്ക് സ്വന്തമായി ഒരു രാഷ്ട്രം സ്ഥാപിതമാക്കുകയും ഇവരുടെ സാമ്രാജ്യം പണിയും. ഒരു ഭൗതിക സ്വാതന്ത്ര്യം ഇസ്രായേലിലെ യഹൂദന്മാർ ആഗ്രഹിച്ചു. ആ സ്വാതന്ത്ര്യം അവർക്ക് 1947 ഒരു രാജ്യമായി ലഭിച്ചു. ഇന്ന് ലോകത്തിൽ താറ്റിക്കെട്ടാൻ കഴിയാത്ത ഉജ്ജ്വല ജാതിയായി, ഉജ്ജ്വല രാഷ്ട്രമായി ലോകത്തിന്റെ നെറുകയിൽ അവർ ഇപ്പോൾ ലോകത്തിന്റെ ഒരു കഠികാരമായി അവർ വാണുകൊണ്ടിരിക്കുകയാണ്. അവർ ആഗ്രഹിച്ചത് ഒരു ഭൗതിക സ്വാതന്ത്ര്യമാണ്, വിടുതലാണ് അവർ ആഗ്രഹിച്ചത്. എന്നാൽ ദൈവസഭ ആഗ്രഹിച്ചത് എന്തെന്നറിയാമോ? ഒരു ഭൗതിക സ്വാതന്ത്ര്യമല്ല. ഈ ലോകം മുഴുവനും വിട്ടിട്ട് അന്ന് കണ്ണിമയ്ക്കുന്ന നേരത്ത് വീതി സ്വച്ഛ സ്ഫടിക തങ്ക നിർമ്മിതമായ നിത്യതയുടെ പട്ടണത്തിലേക്ക് ചിറകടിച്ച് പറന്നുയരാൻ ഞങ്ങൾ കാത്തിരിക്കുന്ന പ്രാണപ്രിയൻ ഞങ്ങളെ ചേർക്കാൻ അവൻ വേഗം വരുമെന്നും ഈ ലോകത്തിൽ നിന്ന് തന്നെ ഞങ്ങളെ ചേർത്ത് കൊണ്ടുപോകുമെന്നുള്ള ഒരു ആത്മീക സ്വാതന്ത്ര്യത്തിന് വേണ്ടി കാത്തിരുന്നവർ. ഇതിനിടയിൽ സാധാരണക്കാരായ ജനത്തിന്റെ അന്നന്നുകളുള്ള, ആഴ്ചകളിലുള്ള, മാസങ്ങളിലുള്ള അവരുടെ പണം ശേഖരിച്ച് അവർ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം. നമുക്കിന്ന് സൂക്ഷിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരുപാട് ലോക്കറുകൾ. നമ്മുടെ പ്രമാണം, നമ്മുടെ സ്വർണം, പണം ഒക്കെ സൂക്ഷിക്കാൻ ഒരുപാട് ലോക്കറുകളുണ്ട്. എന്നാൽ അന്നത്തെ ആ സാധാരണക്കാരന്റെ ലോക്കർ എന്ന് പറയുന്നത് പുരോഹിതന്മാരാണ്. അവരുടെ അന്നത്തെ പണങ്ങൾ കിഴിയിലാക്കി ഈ പുരോഹിതന്മാരുടെ കയ്യിലോട്ട് കൊണ്ടുകൊടുക്കും. ഇവരതിനെ സൂക്ഷിച്ചു വെക്കും. ഇവരുടെ ആവശ്യത്തിന് വേണ്ടി തിരിച്ചു ചോദിക്കുമ്പോൾ ഈ പുരോഹിതന്മാരിൽ ഒരു 80% പുരോഹിതന്മാരും ശരിയായ പുരോഹിതന്മാരല്ല. കാരണം ഈ സാധാരണക്കാരെ ആൾക്കാർ വന്ന് ഇവരുടെ പണം ചോദിക്കുമ്പോൾ ഇത് തിരിച്ചു കൊടുക്കാതെ വിഷയങ്ങൾ പറഞ്ഞ് അവരെ പറഞ്ഞ് തല്ലി ഓടിക്കുന്ന, അവരെ അകറ്റി നിർത്തുന്ന, അവരെ സമ്പത്ത് കവരുന്ന പുരോഹിതന്മാരെയാണ് അവിടത്തെ ജനം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ ജനം ഈ പ്രതികൂലത്തിനകത്തൂടെ കടന്നു പോകുന്നു എന്ന് ആത്മാവിൽ ഗ്രഹിച്ചിട്ട് പൗലോസ് എഴുതുകയാണ്, ഇങ്ങനെയുള്ള ശ്രേഷ്ഠ പുരോഹിതനല്ലോ നിങ്ങൾക്ക് വേണ്ടി. എങ്ങനെയുള്ളത്? എബ്രായ ലേഖനം 3:1 നാം സ്വീകരിച്ച അപ്പോസ്തലനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തു എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനെ നിങ്ങൾ നോക്കുവീൻ എന്ന് പറഞ്ഞാൽ, ഈ മഹാപുരോഹിതന്റെ പ്രത്യേകത അപകരിക്കുന്നവനല്ല, പിടിച്ചു വെക്കുന്നവനല്ല, കൊള്ളയടിക്കുന്നവനല്ല, നിന്റെ പണം കണ്ടിട്ട് പ്രാർത്ഥിക്കുന്നവനല്ല, നിന്റെ ഡിപ്പോസിറ്റ് കണ്ട് പ്രാർത്ഥിക്കുന്നവനല്ല, മറിച്ച് അവൻ ദൈവമെന്നുള്ള സമുദ്രം മുറുകെ പിടിക്കാതെ നിനക്ക് വേണ്ടി ഈ താണലോകത്തിലേക്ക് അവനെ തന്നെ മുഴുവനായി നിനക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന ശ്രേഷ്ഠ മഹാപുരോഹിതൻ, ഇവനെ നിങ്ങൾ സൂക്ഷിച്ചു നോക്കുവീൻ. യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ ശ്രേഷ്ഠത
അവൻ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. അത് രണ്ടാമത് എടുത്തിരിക്കും, അവൻ പവിത്രനാകുന്നു. മൂന്നാമത് എഴുതിയിരിക്കുന്നു, അവൻ നിർദോഷനാകുന്നു, നിഷ്കളങ്കനാകുന്നു. അഞ്ചാമത് എഴുതിയിരിക്കുകയാണ്, അവൻ സ്വർഗത്തെക്കാൾ വലിയവനാകുന്നു. ഇന്ന് രാത്രി മറ്റൊരു ഭാഗത്ത് ബൈബിൾ എഴുതിയിരിക്കുന്ന വാക്യമുണ്ട്, അവൻ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗങ്ങളിലും അടങ്ങാത്തവനാകുന്നു. ഇന്ന് രാത്രി ദൈവമക്കൾ കരമടിച്ചു പറ, ഞാൻ ആരാധിക്കുന്ന ദൈവം സ്വർഗത്തെക്കാൾ വലിയവൻ, അവൻ സ്വർഗാദി സ്വർഗങ്ങളിൽ അടങ്ങാത്തവനാകുന്നു. Praise the Lord. സ്വർഗാദി സ്വർഗങ്ങളിൽ അടങ്ങാത്തവനാകും. അപ്പോൾ യേശുക്രിസ്തുവിന്റെ 5 ശ്രേഷ്ഠത. ഒന്ന്, ശ്രേഷ്ഠ മഹാപുരോഹിതൻ, പവിത്രൻ, നിഷ്കളങ്കൻ, നിർദോഷൻ, സ്വർഗത്തെക്കാൾ വലിയവൻ. കരമുയർത്തി എല്ലാവരും പറഞ്ഞാട്ടെ. നമ്മൾ വായിച്ച വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നാം അവൻ മുഖാന്തരം, താൻ മുഖാന്തരം ദൈവത്തോടടുത്തവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നവൻ, അവൻ അവരെ പരിപൂർണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളെല്ലാം കരമുയർത്തി പറഞ്ഞാട്ടെ, എൻ്റെ ദൈവത്തെ പോലെ പ്രാപ്തിയുള്ളവൻ മറ്റൊരുത്തനില്ല. അവൻ പ്രാപ്തനായതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഭൂമിയുടെ പരപ്പിൽ ആയിരിക്കുന്ന. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തിൻ്റെ കരുണയാണ് നമ്മുടെ എല്ലാ മേഖലയിലും ഇറങ്ങി വന്ന് വിടുവിപ്പാൻ കഴിയുക. ഒറ്റ ദൂത് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രിയിൽ പ്രാർത്ഥനയുടെ പേരിൽ, ആരാധനയുടെ പേരിൽ, രക്ഷിക്കപ്പെട്ടതിൻ്റെ പേരിൽ, സ്നാനപ്പെട്ടതിൻ്റെ പേരിൽ, സത്യത്തിലും ആത്മാവിലും ആരാധിക്കാൻ നീ ദൈവസഭയിൽ പോയതിൻ്റെ പേരിൽ നീ പ്രതികൂലത്തിലോ പ്രതിസന്ധിയിലോ കഷ്ടതയിലോ വേദനയിലോ ഏത് പ്രതികൂലത്തിലുമാകട്ടെ, ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഞാൻ നിന്നെ വിടുവിപ്പാൻ പ്രാപ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ദാനിയേലിന്റെ പുസ്തകം ഇന്നേക്ക് 3600 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ബാബിലോണിന്റെ മണ്ണിൽ പ്രാർത്ഥനയുടെ പേരിൽ ഒരു മനുഷ്യൻ പ്രതികൂലത്തിലായി. അവന്റെ പേര് ദാനിയേൽ എന്നാണ്. ഇവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവൻ അടിമയാണെങ്കിലും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇവൻ അനുഗ്രഹിക്കപ്പെട്ടു. ദേശത്തിലെ രാജ്യത്തിലെ പ്രഭുക്കന്മാരോടുകൂടെ കർത്താവ് ഇരുത്തി. പക്ഷേ ഇതിന്റെ പുറകിൽ ചിലർ അന്വേഷിച്ചു, ഇവൻ അനുഗ്രഹിക്കപ്പെടാനുള്ള കാരണം എന്താണ്, ഇവൻ എങ്ങനെ നന്മ പ്രാപിച്ചത്. അവർ അന്വേഷിച്ചപ്പോൾ കിട്ടിയത്, ദാനിയേൽ 3 വട്ടം പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ഇവർക്ക് മനസ്സിലായി, ഇവന്റെ നന്മ മുടക്കണമെങ്കിൽ, ഇവൻ അനുഗ്രഹത്തിൽ നിന്ന് കുറഞ്ഞ് താഴോട്ട് പോകണമെങ്കിൽ ഇവന്റെ പ്രാർത്ഥന ഇല്ലാതാകണം. ഹല്ലേലൂയ. അതുകൊണ്ട് അവരൊരു കാര്യം ചെയ്തു, ദാനിയേലിന്റെ നന്മ നഷ്ടപ്പെടുത്തേണ്ടതിന്, അവന്റെ പ്രാർത്ഥനയെ നിർത്തേണ്ടതിന് രാജാവിന്റെ അടുക്കൽ പോയി പറയുകയാണ്, രാജാവേ, ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്, 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. ചുമ്മാ അത് എഴുതിയ പോരാ, പാസിയുടെയും നീക്കം വരാത്ത ആ രാജാവിന്റെ നീക്കം വരാത്ത ആ രാജമുദ്ര കൊണ്ടൊരു കൽപ്പന തന്നെ ഉണ്ടാക്കി. അതിനെ മുദ്ര രാജാവ് ചെയ്തോ, കുഴപ്പമില്ലല്ലോ, നല്ല കാര്യമാണല്ലോ. അങ്ങനെ നിയമം ഉണ്ടാക്കി പാസ്സായി. ദേശം, ലോകം മുഴുവനും, രാജ്യം മുഴുവനും വിളംബരം ചെയ്തു, 30 ദിവസത്തേക്ക് രാജാവിനോടല്ലാതെ മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. പക്ഷെ ഈ രേഖ എഴുതിയിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ദാനിയേൽ വണ്ടി പിടിച്ച് അടുത്ത ജില്ലയിൽ പോയെന്നല്ല എഴുതിയിരിക്കുന്നത്. രേഖ എഴുതിയിരിക്കുന്നത് കേട്ടപ്പോൾ ദാനിയേൽ ദിവസവും പ്രാർത്ഥിക്കുന്നത് പോലെ 3 വട്ടം അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ അധിപതികൾ രാജാവിന്റെ അടുക്കൽ അറിയിച്ചു. രാജാവ് ദാനിയേലിനെ പിടിച്ച് സിംഹത്തിന്റെ ഗുഹയിൽ കൊണ്ടിട്ടു. സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തിട്ടു. ഈ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്ത് ദാനിയേൽ കിടക്കുന്നു. രേഖ എഴുതിച്ചവർ വീട്ടിനകത്ത് സുഖമായി ഉറങ്ങുന്നു. രേഖ എഴുതാൻ കൽപ്പന കൊടുത്തവൻ കൊട്ടാരത്തിൽ ഉറക്കമില്ലാതെ രാത്രി ആഹാരം മാറ്റിവെച്ച് രാജാവ് നടക്കുന്നു. പ്രാർത്ഥിക്കുന്ന ഭക്തൻ കാരാഗ്രഹത്തിനകത്ത് ഇപ്പോൾ പ്രതികൂലത്തിൽ ഇരിക്കുകയാണ്. സിംഹങ്ങൾ കടിച്ചു കീറുന്ന സിംഹങ്ങൾ ഒരു ഭാഗത്തുണ്ട്. ബാബിലോണിയ സിംഹങ്ങളുടെ ഗുഹ എന്ന് പറയുന്നത് ആഫ്രിക്കയുടെ വനാന്തരങ്ങളിൽ പോയി ആരോഗ്യ നിരകാത്തന്മാരായ സിംഹങ്ങളെ അവർ വലയിട്ട് പിടിക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെ? ഏകദേശം 3 മീറ്റർ നീളവും 5 അടി പൊക്കവുമുള്ള ശക്തന്മാരായ സിംഹങ്ങളെ പിടിച്ച് 3-4 ആഴ്ചകൾ പട്ടിണിക്കിട്ട് ഈ പട്ടിണിക്കിടുന്ന ആ സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തേക്കാണ് ഈ കുറ്റവാളിയെ, ഈ തെറ്റ് ചെയ്യുന്നവനെ പിടിച്ചിടുന്നത്. ഈ സിംഹഗുഹയ്ക്കകത്ത് പോയ ആരും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല, ആരും ശബ്ദിച്ചിട്ടുമില്ല. ദാനിയേലിന്റെ പുസ്തകം 6-ാം അധ്യായം ഇങ്ങനെ പഠിപ്പിക്കുന്നു, അതികാലത്ത് രാജാവ് എഴുന്നേറ്റ് സിംഹങ്ങളുടെ ഗുഹയുടെ മുൻപിൽ നിന്നിട്ട്
ഉറക്കസ്വരത്തിൽ ഒരു ചോദ്യം. ഹല്ലേലൂയ. ദൈവത്തിന് പ്രിയ പുരുഷനായ ദാനിയേലേ, സിംഹങ്ങൾ നിനക്ക് കേടുവരുത്താതെ വണ്ണം നീ സേവിക്കുന്ന നിന്റെ ദൈവം നിന്നെ വിടുവിപ്പാൻ പ്രാപ്തനായോ? ഇത് ചോദിക്കാൻ കാര്യമെന്നറിയാമോ? ഇതുവരെ അകത്തുപോയ ആരും തിരിച്ചു വന്നിട്ടില്ല. ഇതുവരെ അകത്തുപോയ ആരും ശബ്ദിച്ചിട്ടില്ല. ദാനിയേലും ശബ്ദിക്കത്തില്ലെന്നറിയാം. പക്ഷെ രാജാവിന്റെ കർണപടങ്ങൾക്ക് കുളിർമയുണ്ടാകുമാറ് അകത്തിന്നൊരു ശബ്ദം. രാജാവ് ദീർഘായുസ്സോടിരിക്കട്ടെ. സിംഹങ്ങൾ എനിക്ക് കേടുവരുത്താതെ വേണോ? എന്റെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ സിംഹങ്ങളെ വായടയ്ക്കേണ്ടതിന് രാമേ തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചു. ദൈവമക്കളോട് രാത്രി ദൂത് പറയാം. നീ ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നെ വിഴുങ്ങാൻ ഒരുപാട് സിംഹത്തിന്റെ അധരങ്ങൾ, സിംഹത്തിന്റെ വായ്കൾ പിളർന്നിരിക്കാം. ഒരുപക്ഷെ രോഗം, ദുഃഖം, ദാരിദ്ര്യം, കടബാധ്യത, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, നിന്ദ, പരിഹാസം, അപവാദങ്ങൾ, ഇതൊന്നും വിഴുങ്ങാൻ എന്റെ ദൈവം നിന്നെ വിട്ടുകൊടുക്കുകയില്ല. എന്റെ ദൈവം നിന്നെ വിടുവിപ്പാൻ പ്രാപ്തനാണെന്ന് തെളിയിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി അവൻ ഇറങ്ങി വരാൻ പോകുകയാ. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയത്. ഒരു പക്ഷേ ഇന്ന് രാത്രി അതേ പാസ്റ്റർ, എനിക്ക് ചലിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചലിച്ചാൽ സിംഹം എന്നെ വിഴുങ്ങും. എനിക്ക് അനങ്ങാൻ കഴിയുന്നില്ല. ഇടത്തോട്ടോ വലത്തോട്ടോ എനിക്ക് തിരിയാൻ പറ്റുന്നില്ല. വല്ലാത്ത കഷ്ടത്തിലാ ഞാൻ. സിംഹം വായ് പിളർന്നിരിക്കുന്നത് പോലെ പ്രതികൂലങ്ങൾ വായ് പിളർന്നിരിക്കുന്നു. ഞാൻ വിളിച്ച ദൈവങ്ങൾ എന്നെ വിടുവിച്ചില്ല. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലോട് രക്ഷപ്പെട്ടില്ല. പാസ്റ്റർ പ്ലീസ് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ. ജാതി നോക്കാതെ, മതം നോക്കാതെ നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? ഈ ശബ്ദശ്രവണ സീമയ്ക്കുള്ളിൽ രോഗങ്ങളാലോ പ്രതികൂലങ്ങളാലോ ഭാരപ്പെട്ടിട്ട് വീടിന്റെ പടിയിൽ ഇരുന്നു കൊണ്ട്, ടെറസിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട്, വഴിത്തലങ്ങളിൽ ഇരുന്നു കൊണ്ട് രോഗം ചുമന്ന് പ്രശ്നങ്ങൾ വഹിച്ച് ഇനി ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധ്യതകളില്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണോ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. നാണക്കേടില്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ അടുക്കൽ വന്നാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. യേശു നിങ്ങളെ സൗഖ്യമാക്കുന്നവനാണ്. യേശു നിങ്ങളെ വിടുവിക്കുന്നവനാണ്. യേശു സമാധാനം നൽകുന്നവനാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും രോഗികളാൽ ഭാരപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തിയേ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കരമുയർത്തി. യെസ്, ആരെങ്കിലും ഇരിപ്പുണ്ടോ? രോഗികളായിട്ട് ആരെങ്കിലും ഇരിപ്പുണ്ടോ? കരം ഉയർത്തിയേ പ്ലീസ്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കരമുയർത്തി ഒന്ന് എഴുന്നേറ്റ് നാട്ടെ. അവിടെ കരമുയർത്തിയവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നാട്ടെ പ്ലീസ്. കരമുയർത്തിയവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നാണക്കേട് വേണ്ട. ഇവിടെ ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്ലീസ് എല്ലാവരും, ആരും പോകരുത്. നമ്മൾ ഒരുമിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ യോഗം ഇവിടെ കൊണ്ട് തീരില്ല കേട്ടോ. ദൈവം അനുവദിച്ചാൽ ഞങ്ങൾ ഇനിയും വെക്കും. അല്ലല്ലേ പറഞ്ഞാട്ടെ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ കർത്താവ് വെളിപ്പെടുത്താൻ പോവുകയാണ്. കരമുയർത്തിയവർ ദൈവസേന ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ പ്ലീസ്. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോകും. വീട്ടിനകത്ത് സമാധാനമില്ല. എന്റെ ഭർത്താവ് ഒരു മദ്യപാനി, എന്റെ മകൻ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാണ്. എനിക്കൊരു സമാധാനം വേണം പാസ്റ്റർ, ഒന്ന് പ്രാർത്ഥിക്കൂ. അങ്ങനെയുണ്ട് ആരെങ്കിലും എഴുന്നേറ്റ് നിങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോകും ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ. എഴുന്നേറ്റ് നിന്നവർ മാത്രം ഒന്ന് മുന്നോട്ട് വന്നാണ്ട്. ഇവിടെ എനിക്ക് അങ്ങോട്ട് വരാൻ ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് ഈ അമ്മച്ചിയെ ഒന്ന് സഹായിച്ചു കൊടുത്തേ.
എഴുന്നേറ്റുന്നവർ മാത്രം മുന്നോട്ട് വന്നാട്ടെ. യെസ്, ദൈവദാസന്മാർ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വലിയ കരം, ഹല്ലേലൂയ, ശക്തമായി കർത്താവ് വെളിപ്പെടുത്താൻ പോകുകയാണ്. വേഗത്തിൽ മുന്നോട്ട് വന്നാട്ടെ. ഒരു വലിയ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ സൗഖ്യം ദൈവം വെളിപ്പെടുത്താൻ പോകും. യെസ്, വേഗത്തിൽ ഓടി വാ, വേഗത്തിൽ ഓടി വാ. ഞങ്ങൾക്കാണ് ദൂരെ പോകേണ്ടത്, നിങ്ങൾക്ക് ആർക്ക് ദൂരെ പോകണ്ട. കാല് വെച്ച് വീടിനകത്ത് കയറിയാൽ മതി. ഞങ്ങൾക്ക് ധൃതിയില്ല, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ ഞങ്ങൾ പോകുന്നു. യെസ്, താങ്ക് യു ജീസസ്. ഓ, മുൻപോട്ട് വന്നു. ഹല്ലേലൂയ. യെസ്, ഓ റബ ശംധര ഖബാന ബലഗദ. ദൈവമക്കൾ എല്ലാവരും എഴുന്നേറ്റുന്നാണ്. ദൈവമക്കൾ എല്ലാവരും എഴുന്നേറ്റുന്നാണ്. യെസ്, പ്ലീസ്, നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗം സന്തോഷിക്കുന്ന രാത്രിയാണ് രാത്രി. ഈ ചെങ്കച്ചുള്ളിൽ ഒരുപാട് മീറ്റിംഗുകൾ നടന്നിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി കർത്താവ് പറഞ്ഞ അനേകരെ കർത്താവ് തൊട്ടിരിക്കുകയാണ്. വചനം അനേക ഹൃദയങ്ങളുടെ അകത്ത് ആഴമായി പതിച്ചിരിക്കുകയാണ്. നമുക്ക് ഇവർക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാം. നിൽക്കുന്നവർ കൂടെ ഇവരടുത്തോട്ടൊന്ന് വന്നാട്ടെ. പുറകിൽ നിന്ന് കസേരയെല്ലാം വിട്ട് ഇവരടുത്തോട്ടൊന്ന് വന്നാട്ടെ. നമുക്ക് ഒരുമിച്ച് ഒരു പാട്ട് പാടി ആരാധിച്ച് ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവദാസന്മാർ, ഷൈജു പാസ്റ്റർ, സ്തോത്രം, ഹല്ലേലൂയ. ഉണ്ണി പാസ്റ്റർക്ക് വന്നേ, മെവിൻ പാസ്റ്റർക്ക് വന്നേ. നമുക്ക് ഒരുമിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യെസ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും കണ്ണുകൾ അടച്ചാണ്. എല്ലാവരും നിൽക്കണ്ട, പുറകോട്ട് കണ്ട, എല്ലാവരും മുന്നോട്ട് വന്നു. യെസ്, ഞാൻ ഫ്രണ്ടിലോട്ട് കയറുന്നു. വാ, ദൈവമക്കളല്ലേ, ഓടി നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശക്തമായ വിടുതൽ ദൈവരുടെ മേൽ പകരാൻ പോകുകയാണ് രാത്രി. താങ്ക് യു ജീസസ്. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാടി. ഒരു പാട്ട് പാടി ആരാധിക്കുമ്പോൾ ഞങ്ങൾ ദൈവദാസന്മാർ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാവരും കണ്ണുകൾ അടച്ച് ഒരുമിച്ച് ദൈവത്തിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ദൈവസന്നിധി നമുക്ക് ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാം. താങ്ക് യു ജീസസ്. ഓ രാശംധര ഖമാനഗദലഗഡഗസി അർത്ഥനാരബുഷമനഗഡഗദലഗഡഗസി ഹംദനാധരാധര. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാത്രി ദൈവസന്നിധി പ്രാർത്ഥിക്കും. കൂട്ടിനായാരും കൂടില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും കൂടെ സഹിപ്പാൻ ആരുമില്ലെന്നാലും ഭയപ്പെടേണ്ടിനിയും തന്നുള്ളം കയ്യിൽ വരച്ചവൻ നിന്റെ കൂടെ നടക്കും, കൂടെ വസിക്കും. ചേർന്ന് കരങ്ങളെ അടിച്ചു പാടി ആ നല്ല ദൈവത്തെ സ്തുതിക്കാം സന്തോഷത്തോടെ. കരങ്ങളും അടിച്ച് കർത്താവിനെ സ്തുതിച്ചാണ്. എല്ലാ ദൈവമക്കളും ചേർന്ന് നമുക്ക് ഒരുമിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാണ്. എല്ലാവരും കണ്ണുകളടച്ച് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിച്ചാട്ടെ. ഓ ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, പിന്നാനുവേ നിന്റെ കൂടെയുണ്ട്. ഓ ഭയപ്പെടേണ്ട, ഇനി ഭയപ്പെടേണ്ട, പിന്നാനുവേ നിന്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട
നമ്മുടെ കർത്താവിന് രണ്ട് കരങ്ങളെ സ്വർഗത്തിലേക്ക് ഇന്ന് രാത്രി ഒന്ന് ഉയർത്തിപ്പിടിച്ചു. ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്നവർ കരമുയർത്തി, കരമുയർത്തി, കരമുയർത്തി. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് രാത്രി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു നിമിഷം പറ, കർത്താവേ, എന്റെ ചുറ്റിലും നിരവധി വായ്കൾ, നിരവധി പ്രശ്നങ്ങൾ എന്നെ വിഴുങ്ങാൻ വായ് പിളർന്നു നിൽക്കുന്നു. പക്ഷെ ഞാൻ ഒന്നിന് രാത്രി വിശ്വസിക്കുന്നു, ഒരു പ്രതികൂലത്തിനും ഒരു പ്രതിസന്ധിക്കും എന്നെ വിഴുങ്ങുവാൻ വിട്ടുകൊടുക്കാതെ സംരക്ഷിക്കുന്ന അങ്ങിൽ ഞാൻ സുരക്ഷിതനാണെന്ന് ഉറപ്പുള്ളവർ കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാണ്. കരമുയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാണ്. കരങ്ങൾ ഉയർത്തിയ ദൈവത്തെ സ്തുതിച്ചാണ്. ആ രണ്ട് കരങ്ങളും അടിച്ച് രാത്രി ദൈവത്തിന് മഹത്വം കൊടുത്താണ്. Every glory to God. എല്ലാ മഹത്വവും ദൈവത്തിന്, എല്ലാ മഹത്വവും. പോരാ പോരാ, ശക്തിയോടെ കരങ്ങളടിച്ച്, കരങ്ങളടിച്ച് ദൈവത്തിന് മുഴുവൻ മഹത്വം. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിച്ചാൽ കർത്താവിന്റെ വരവ് താമസിക്കും. ഞങ്ങളുടെ ഒരു പ്രയർ സഭയല്ല, ഒരു പ്രയർ ഗ്രൂപ്പ് എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 7:30 മണി മുതൽ 7 മണി മുതൽ 8:30 വരെ പ്രവീൺ പാസ്റ്ററുടെ ഭവനത്തിൽ വിടുതലുകൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾ ഞങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥന ആവശ്യമുള്ള എല്ലാവർക്കും ആ പ്രോഗ്രാമിൽ കടന്നു വരാം, സഹകരിക്കാം. ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. സഹകരിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു. അവസരമൊരുക്കിയ പ്രവീൺ പാസ്റ്റർ കുടുംബത്തിനും എല്ലാവർക്കും നന്ദി പറയുന്നു.